السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഷെയ്ഖ് സാലിഹ് ഫൗസാൻ ഹഫിളഹുള്ളയുടെ അഖീദത്തു തൗഹീദ് എന്ന കിതാബിൽ അതിൻ്റെ ആദ്യത്തെ ബാബിലെ അവസാനത്തെ ഫസ്ലാണ് നാം വായിച്ചു കൊണ്ടിരുന്നത്. അതിൽ പറയുന്ന വിഷയങ്ങൾ, എന്തുകൊണ്ടാണ് ആളുകൾ യഥാർത്ഥ അഖീദയിൽ നിന്ന് പിഴച്ചു പോകുന്നത്, ഇൻഹിറാഫ് സംഭവിക്കുന്നത് എന്നും അതിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ ആ പിഴവ് സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. അതിൽ ആളുകൾ പിഴച്ചു പോകുന്ന കാര്യങ്ങൾ, അതിനുള്ള കാരണങ്ങൾ പറയുന്നിടത്ത് ഒന്ന് അൽ ജഹ്ലു ബിൽ അഖീദത്തി സഹീഹ, ശരിയായ അഖീദയെ തൊട്ടുള്ള ജഹ്ല് പറഞ്ഞു. രണ്ടാമത്തേത് തഅസ്സുബ്, വാപ്പ പിതാക്കന്മാർ അവരുടെ മാർഗം മതി എന്നുള്ളത്. തഖ്ലീദുൽ അഅമ, അന്ധമായി ആളുകളെ പിൻപറ്റുക, തെളിവ് നോക്കാതെ എന്നുള്ളത്. അതുപോലെ അൽ ഗുലൂവ് ഫിൽ ഔലിയാഇ വസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ വിഷയത്തിൽ ഗുലൂവ് സംഭവിക്കുക എന്നുള്ളത്. ഭൗതികമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അതിനെക്കുറിച്ച് ചിന്തിക്കാതെ ഗഫ്ലത്തിലാവുക എന്നുള്ളതെല്ലാം അതിൻ്റെ കാരണങ്ങളായിക്കൊണ്ട് നാം പറഞ്ഞു. അതിനെ തുടർന്ന് സാലിഹ് ഫൗസാൻ ഹഫിളഹുള്ള പറയുന്ന അടുത്ത കാര്യം, അസ്ബഹൽ ബൈതു ഫിൽ ഗാലിബി ഖാലിയൻ മിന തൗജീഹി സലീം, അധിക വീടുകളും ആയിത്തീർന്നിരിക്കുന്നു നേരെ ചൊവ്വയുള്ള ഒരു മാർഗനിർദ്ദേശനം ഉണ്ടാകാത്ത വീടുകളായി ആയിത്തീരുന്നു. അഥവാ ഓരോ മുസ്ലിം വീടുകളും യഥാർത്ഥ രൂപത്തിൽ ഈ അഖീദ പഠിക്കേണ്ട പ്രാധാന്യത്തെയും മറ്റും അറിയിക്കുന്ന രീതിയിലുള്ള ഒരു മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നു. വഖദ് ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് കാണാം. മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ കുട്ടിയും, ജനിക്കുന്ന എല്ലാ കുട്ടികളും ഫിത്രത്തിലായിക്കൊണ്ടാണ് ജനിക്കുന്നത്. ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് ഏതൊരാളുടെയും ഫിത്രത്ത്, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിൽ അല്ലാഹു തആല വെച്ചിട്ടുള്ള ഫിത്രത്ത്. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി, അവരുടെ മാതാപിതാക്കളാണ് ആ കുട്ടിയെ ഒന്നല്ലെങ്കിൽ യഹൂദനോ ജൂതനോ അല്ലെങ്കിൽ നസ്രാനിയോ അല്ലെങ്കിൽ മജൂസിയോ എല്ലാം ആക്കി തീർക്കുന്നത്. അതല്ലാത്ത ഏത് പിഴവാണെങ്കിലും ആ മാതാപിതാക്കൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന, ആ കുട്ടികളെ നയിക്കുന്ന, കാണിച്ചു കൊടുക്കുന്ന മാർഗത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ പിഴച്ച വിശ്വാസങ്ങളിലേക്കും പിഴച്ച വാദങ്ങളിലേക്കുമെല്ലാം പോകാനുള്ള കാരണം. അപ്പോൾ ഏതൊരു വീടാവട്ടെ, ആ വീട്ടിൽ മാതാപിതാക്കൾ യഥാർത്ഥ രൂപത്തിലുള്ള ഈ അഖീദ പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ, മാർഗം പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ ശ്രദ്ധ പുലർത്തിയിട്ടില്ല എങ്കിൽ, അതിലൊരു ഗൗരവം കണ്ടിട്ടില്ല എങ്കിൽ അവിടെ പിഴച്ച അഖീദ വളരാനും കുട്ടികൾ വളർന്നു വരുന്നൊരു സമൂഹം പിഴച്ചു പോകാനും കാരണമാകും. ഫലബവാനി ലഹുമാ ദൗറുൻ കബീറുൻ ഫീ തഖ്വീമി ഇത്തിജാഹി ത്ത്ഫ്ൽ എന്നൊരു ഷെയ്ഖ് പറയുകയാണ്, മാതാപിതാക്കൾക്ക് വലിയ സ്വാധീനമുണ്ട് ഒരു കുട്ടി അല്ലെങ്കിൽ അവരുടെ ചെറിയ കുട്ടി നേരാവണ്ണമുള്ള നേരെ ചൊവ്വയുള്ള മാർഗത്തിലാവുക എന്നുള്ളതിൽ, അവരെ അതിൽ നിലനിർത്തുക എന്നുള്ളതിൽ വലിയ സ്വാധീനം മാതാപിതാക്കൾക്കുണ്ട്. അപ്പോൾ ഏതൊരാളും ഒരു ഉമ്മ ഉപ്പ എന്നുള്ള നിലക്കൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം ഗൗരവമുണ്ട് മക്കളെ യഥാർത്ഥ ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതിലെന്ന്. ഇതേ ആശയത്തിൽ വരുന്ന മറ്റൊരു കാരണമാണ് അവസാനമായി ഷെയ്ഖ് കൊടുക്കുന്നത്, ഇഹ്ജാമു വസാഇലി തഅലീമി വൽ ഇഅലാമി ഫീ ഗാലിബിൽ ആലമിൽ ഇസ്ലാമി അൻ അദാഇ മുഹിമ്മതിഹിമാ, അധിക പഠിപ്പിക്കുന്ന മാർഗങ്ങൾ അല്ലെങ്കിൽ ആളുകൾക്ക് അറിവ് നൽകുന്ന, ആളുകളെ കാര്യങ്ങൾ അറിയിക്കുന്ന, തഅലീമിൻ്റെ പഠിപ്പിക്കുന്ന ഇഅലാം, ആളുകളെ കാര്യങ്ങൾ അറിയിക്കുന്ന, ഫീ ഗാലിബിൽ ആലമിൽ ഇസ്ലാമി, ഇസ്ലാമിക ലോകത്ത് ഭൂരിഭാഗത്തും അല്ലെങ്കിൽ അധിക പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന കാര്യം, പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ, മുഹിമ്മായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ അവർ വീഴ്ച വരുത്തുന്നു. ഫഖദ് അസ്ബഹത് മനാഹിജു തഅലീം ഫിൽ ഗാലിബ്, അധിക രീതിയിലും ഈ പഠിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സിലബസുകളിൽ അല്ലെങ്കിൽ അതിൽ ഉൾക്കൊണ്ടിട്ടുള്ള കാര്യങ്ങളിൽ ലാ തുവല്ലി ജാനിബ ദീനി ഇഹ്തിമാമൻ കബീറൻ, ദീനിൻ്റെ കാര്യങ്ങൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല.
അത് പ്രധാനമായും ഷെയ്ഖ് ഉദ്ദേശിക്കുന്നത്, ഷെയ്ഖ് എഴുതുന്നത് സൗദിയിൽ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടാണ് ഷെയ്ഖ് എഴുതുന്നത്. അവിടെ പോലും പഠിപ്പിക്കുന്ന മേഖലകളിൽ ദീനിന് കൊടുക്കേണ്ട പ്രാധാന്യത്തിൽ കുറവ് വരുന്നു, അതിന് പ്രധാനമായിട്ടുള്ള വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന് പറയുകയാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ സംബന്ധിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നതിൽ ദീനിൻ്റെ കാര്യത്തിന് എത്രത്തോളം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. ഔലാ തഹ്തമ്മു ബിഹി അസ്ലൻ, അല്ലെങ്കിൽ തീരെ പ്രാധാന്യം തന്നെ അടിസ്ഥാനപരമായിട്ട് നൽകുന്നില്ല. വസ്ബഹത് വസായിലുൽ ഇഅലാമി അൽ മർഇയ്യതു വൽ മസ്മൂഅതു വൽ മഖ്റൂഅതു ഫിൽ ഗാലിബി അദാത തദ്മീരിൻ വൻഹിറാഫിൻ. വസ്ബഹത് വസായിലുൽ ഇഅലാം, ആളുകളെ കാര്യങ്ങൾ അറിയിക്കുന്ന മാർഗങ്ങൾ, അൽ മർഇയ്യതു കാണപ്പെടുന്ന. ഷെയ്ഖ് ഇത് കുറച്ച് മുമ്പ് എഴുതുന്നതാണ്. അഥവാ ഇന്ന് സോഷ്യൽ മീഡിയയോ മൊബൈലുകളോ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഫോണുകളോ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വ്യാപകമാകുന്നതിന് മുമ്പ് TV ഒക്കെ വന്നു തുടങ്ങിയ ഒരു കാലഘട്ടത്തിലാണ് ഇത് എഴുതുന്നത്. അപ്പോൾ കാണപ്പെടുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ, മാധ്യമങ്ങൾ. അതുപോലെ മസ്മൂഅ, കേൾക്കപ്പെടുന്ന, അഥവാ റേഡിയോ പോലെയുള്ള, അന്നൊന്നുകൂടി വ്യാപകമായിട്ട് റേഡിയോകളാണുള്ളത്. വൽ മഖ്റൂഅത്ത്, വായിക്കുന്നത്, വായിക്കപ്പെടുന്ന, അതായത് കാണപ്പെടുന്ന TVയോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ മൊബൈലോ അതുപോലെയുള്ള കാര്യങ്ങളും, അതുപോലെ കേൾക്കുന്ന വാർത്തകൾ കേൾക്കുന്ന സൗകര്യങ്ങളിൽ വായിക്കുന്ന പത്രങ്ങളോ മാസികകളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഫിൽ ഗാലിബ്, അതിൽ അധികവും എന്തായി തീർന്നിട്ടുണ്ട്? അദാത തദ്മീരിൻ വൻഹിറാഫിൻ, അതൊരാൾക്ക് നാശമുണ്ടാക്കുന്ന, പിഴവുണ്ടാക്കുന്ന കാര്യമായി ആയിത്തീർന്നിട്ടുണ്ട്. ഇത് ഗൗരവമുള്ളൊരു വാക്കാണ്. ഷെയ്ഖ് അന്ന് ഇത് എഴുതുമ്പോൾ എത്രത്തോളം ഗൗരവം അതിനെ അറിയിക്കുന്നുണ്ട് എങ്കിൽ ഇന്ന് എത്രത്തോളം ഉണ്ടാകും. ഞാൻ ഓർക്കുന്ന മറ്റൊരു സംഭവം, ഷെയ്ഖ് ബക്കർ അബൂ സയ്യിദ് റഹിമഹുല്ലാ, അദ്ദേഹം ഹിറാസത്തുൽ ഫളീല എന്നൊരു കിതാബ് എഴുതിയിട്ടുണ്ട് സ്ത്രീകളുടെ ഹിജാബുമായി ബന്ധപ്പെട്ടിട്ട്. അത് അദ്ദേഹം 200ഓളം ഗ്രന്ഥങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് എഴുതിയിട്ടുള്ളൊരു കിതാബാണ്. അതിൻ്റെ അവസാനത്തെ ഫസ്ലിലായിക്കൊണ്ട് ഷെയ്ഖ് എഴുതിയിട്ടുള്ളൊരു കാര്യം, ഈ റേഡിയോകളും അതുപോലെയുള്ള ഈ പത്രങ്ങളും മാധ്യമങ്ങളും എല്ലാം സ്ത്രീകളെ ഹിജാബ് ഒഴിവാക്കുന്നതിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് 20-25 വർഷം അല്ലെങ്കിൽ ഇന്ന് 30 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. അന്ന് ഷെയ്ഖ് അതിൻ്റെ ഗൗരവം, അതിൻ്റെ അപകടം എഴുതുന്നുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നൊരു കാര്യം, ഇന്ന് എത്രത്തോളം അതിൻ്റെ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അത് ആ ഒരു വിഷയത്തിലാണെങ്കിലും ഈ അഖീദയുടെ ആവട്ടെ ഏത് വിഷയത്തിലാണെങ്കിലും ഇന്ന് നമുക്കറിയാം ഒരുപാട് ആളുകൾ പിഴവുകൾ, വഴികേടുകൾ കേൾക്കാനും അറിയാനും കാണാനും എല്ലാം ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ അധികവും എന്തായി തീർന്നിട്ടുണ്ട്? വഴികേടിൻ്റെയും നാശത്തിൻ്റെയും ഉപകരണമായി തീർന്നിട്ടുണ്ട്, അതിനുള്ള മാർഗമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ കാര്യങ്ങളിലെല്ലാം കൂടുതലുള്ളത് ഭൗതികമായിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന കൗതുകങ്ങൾ നിറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങൾ മാത്രമാണ്. ഭൗതികമായിട്ടുള്ള കാര്യങ്ങൾ, മതിയായിട്ടുള്ള ഭൗതികമായിട്ടുള്ള അതിൽ പളപളപ്പുള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. വലാ തഹ്തമ്മു ബിമാ യുഖവ്വിമുൽ അഖ്ലാഖ്, ഇതുപോലെയുള്ള സൗകര്യങ്ങളിൽ ഒരാളുടെ സ്വഭാവത്തെ നന്നാക്കുന്ന, നേരെ ചൊവ്വയാക്കുന്ന, വയസ്റഉൽ അഖീദത സ്വഹീഹ, സഹീഹായ അഖീദ പഠിപ്പിക്കുന്ന, നേരെയാക്കുന്ന, അത് വളർത്തിയെടുക്കുന്ന, വയുഖാവിമു തയ്യാറാത്തിൽ മുൻഹരിഫ, പിഴച്ചു പോയിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് നേരെ ചൊവ്വയെ നിലനിർത്തുന്ന, അതിനെ പ്രതിരോധിക്കുന്ന അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല, പ്രാധാന്യം കൊടുക്കുന്നില്ല. ഹത്താ യൻശഅ ജീലുൻ അസലു അമാമ ജുയൂശിൽ ഇൽഹാദ്, എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സമൂഹം ഉണ്ടാകുന്നു. ഏത് നിലക്ക്? ഈ ഇൽഹാദിൻ്റെ സൈന്യത്തിന് മുമ്പിൽ അവർ കൈവിട്ടവരായി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലുള്ള ഒരു തലമുറയാണ് ഉണ്ടാവുന്നത്. ലാ യദൈനി ലഹു ബി മുഖാവമതിഹ, അതിനെ പ്രതിരോധിക്കാനുള്ള ശക്തിയില്ലാത്തവരായിക്കൊണ്ട് ഒരു തലമുറ വളർന്നു വരികയാണ് എന്ന് സ്വാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാ അദ്ദേഹം ഇത് എഴുതുമ്പോൾ, ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണെങ്കിൽ കൂടി എഴുതുമ്പോൾ 20 വർഷം മുമ്പാണ്, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എഴുതുകയാണ്. അപ്പോൾ ഷെയ്ഖ് എന്ന് എഴുതുമ്പോൾ നമ്മൾ ആലോചിച്ച് വയ്ക്കും എത്രത്തോളം സ്വാധീനം ഇന്ന് നമ്മുടെ മക്കൾക്കിടയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വളർന്നു വരുന്ന നമ്മളാണെങ്കിലും എത്രയോ വലിയ ആളുകൾ, നമുക്ക് നേരിട്ട് അറിയാവുന്ന ആളുകൾ, പലപ്പോഴും ദീനിയായ ഇൽമിൽ ഒരു കാലത്ത് മുന്തി നിന്ന ആളുകൾ, അവർ വരെ ഈ ഇൽഹാദിൻ്റെയും അതുപോലെയുള്ള വഴികേടിലേക്ക് പോകുന്നതിന് നമ്മൾ കാണുന്നൊരു കാലഘട്ടമാണ്. നമ്മൾ വിചാരിക്കും ഞാനിതൊക്കെ പാലിക്കുന്ന ആളാണല്ലോ, ഞാൻ ദീനനുസരിച്ച് ജീവിക്കുന്ന ആളാണല്ലോ, ഞാൻ എല്ലാം ചെയ്യുന്ന ആളാണല്ലോ, ഞാൻ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന്. പക്ഷേ നമുക്ക് തന്നെ നേരിട്ട് പരിചയമുള്ള, ഒരു കാലത്ത് തൗഹീദിൻ്റെയും സലഫിയത്തിൻ്റെയും മാർഗത്തിൽ ധാരാളം പരിശ്രമിച്ചിട്ടുള്ള, ത്വലബുൽ ഇൽമിന് വേണ്ടി മുഴുകിയിരുന്ന ആളുകളിൽ വിരലെണ്ണാവുന്ന ആളുകളാണെങ്കിൽ പോലും അവർക്ക് ശുബ്ഹത്തുകൾ ബാധിച്ച് ഇൽഹാദിൻ്റെ വാദങ്ങൾ പറയുന്ന അവസ്ഥയിലേക്ക് പോയ എത്രയോ ആളുകളെ ഇന്നുണ്ട്. അഥവാ നമുക്കറിയാവുന്ന ആളുകൾ തന്നെ അതിലുണ്ട്.
അപ്പോൾ വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ് ദീനിൽ സബാത്ത് ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ള ഈ മാർഗങ്ങളിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ സോഷ്യൽ മീഡിയകളിൽ ഇതുപോലുള്ള കാര്യങ്ങളെ സൂക്ഷിക്കണം. അത് വർദ്ധിച്ചു വരുന്നത്, അല്ലെങ്കിൽ അതിൽ ദീനിയായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൽ, അതിനെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിൽ പിൻവാങ്ങുന്നത്, അതിനൊരു മുൻഗണന കൊടുക്കാതിരിക്കുക എന്നുള്ളതെല്ലാം പിഴച്ചുപോയ വിശ്വാസം ഉണ്ടാകാനുള്ള കാരണങ്ങളിൽപ്പെട്ടതാണ്. ഇനി ഷെയ്ഖ് അടുത്ത് പറയുന്നത് വസുബുലു തവഖി ഹാദൽ ഇൻഹിറാഫി തതലഖസു ഫീഹി മാ യലി. ഇനി ഈ പിഴച്ച ഈ മാർഗം ഉണ്ടല്ലോ, ഈ അഖീദ ഉണ്ടല്ലോ, അതിൽ പെടാതിരിക്കാൻ, ഈ വഴികേട് സംഭവിക്കാതിരിക്കാൻ, അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതെന്താണ്? അതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങളായിക്കൊണ്ട്, ഒരു 3-4 കാര്യങ്ങളിലായിക്കൊണ്ട് ഷെയ്ഖ് ചുരുക്കി പറയുകയാണ് എന്താണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടത്. ഒന്നാമത്തേത് പറയുന്നത് അർറുജൂഉ ഇലാ കിതാബില്ലാഹി അസ്സ വജൽ വഇലാ സുന്നത്തി റസൂലിഹി ലിതലഖി അൽ-ഇഅ്തിഖാദി സ്വഹീഹി മിൻഹുമാ. മടങ്ങുക. എന്തിലേക്ക് മടങ്ങുക? അള്ളാഹുവിൻ്റെ കിതാബിലേക്ക്, ഖുർആനിലേക്ക്, സുന്നത്ത് റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിലേക്ക്. ഏത് വിഷയത്തിൽ? ഈ അഖീദ പഠിക്കുന്ന വിഷയത്തിൽ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പഠിക്കുന്നതിലേക്ക് മടങ്ങുക. അഥവാ അഖ്ദിയായ വിഷയങ്ങൾ അത് വളരെ കൃത്യമായി ഖുർആനിൽ എങ്ങനെയാണോ വന്നത്, സുന്നത്തിൽ എങ്ങനെയാണോ വന്നത് എന്നുള്ള നിലക്ക് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിക്കുക. കമാ കാന അസ്സലഫു സ്വാലിഹ് യസ്തമിദ്ദൂന അഖീദതഹും മിൻഹുമാ. ഏതുപോലെ മുൻഗാമികളായ സലഫു സ്വാലിഹീങ്ങൾ അവർ എങ്ങനെയാണോ ഈ അഖീദ ഇതിൽ നിന്ന് എടുത്തിട്ടുള്ളത്, അതിനെ അഖീദ പഠിക്കുന്നതിന് വേണ്ടി അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്, അതിൽ ആശ്രയിച്ചിട്ടുള്ളത്, അതുപോലെ നമ്മളും ചെയ്യുക. നമ്മളിതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു സലഫു സ്വാലിഹീങ്ങൾ അഖീദ എങ്ങനെയാണ് പഠിച്ചിരുന്നത്. വലൻ യുസ്ലിഹ ആഖിറ ഹാദിഹിൽ ഉമ്മ ഇല്ലാ മാ അസ്ലഹ അവ്വലഹാ. സലഫുകളിൽ നിന്ന് വന്നിട്ടുള്ള ഇമാം മാലിക് റഹിമഹുല്ലാഹ് എല്ലാം പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണത്. അഥവാ ഈ ഉമ്മത്തിൻ്റെ ആദ്യ വിഭാഗം എങ്ങനെയാണോ നന്നായത്, അതുകൊണ്ടല്ലാതെ ഇതിൻ്റെ ഒരു വിഭാഗവും അവസാന വിഭാഗവും നന്നാവുകയില്ല. അഥവാ ആദ്യ സമൂഹം സഹാബികൾ എങ്ങനെയാണോ, അഥവാ സലഫ് സ്വാലിഹ്യങ്ങൾ എങ്ങനെയാണോ ദീന് പഠിച്ചത്, മനസ്സിലാക്കിയത്, അതുകൊണ്ടല്ലാതെ ഇതിൻ്റെ അവസാനത്തെ സമൂഹവും നേരെയാവുകയില്ല. മഅൽ ഇത്തിലാഇ അലാ അഖായിദിൽ ഫിർഖിൽ മുൻഹരിഫതി വ മഅരിഫതി ശുബഹിഹിം. അതോടൊപ്പം ഇവിടെ പറഞ്ഞു ഖുർആനിൽ നിന്ന് സുന്നത്തും യഥാർത്ഥ അഖീദ പഠിക്കുക എന്ന് പറഞ്ഞു, സലഫുകൾ പഠിച്ചതുപോലെ. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, നാം പരിശോധിക്കണം എന്തുകൂടി, അഖായിദിൽ ഫിർഖിൽ മുൻഹരിഫതി വ മഅരിഫതി ശുബഹിഹിം. പിഴച്ചുപോയ ആളുകളുടെ വിശ്വാസം എന്താണ് എന്നുള്ളതും അവരുടെ ശുബ്ഹത്തുകൾ എന്താണെന്നും അവർ വീണുപോയ, അവർക്ക് സംഭവിച്ചു പോയ ശുബ്ഹത്തുകൾ എന്താണെന്നും കൂടി നാം അറിയണം. എന്തിനാണത്? ലിറദ്ദി അലൈഹ വത്തഹ്ദീരി മിൻഹാ. അതിനെ എതിർക്കാൻ വേണ്ടിയിട്ടും അതിനെ ഗൗരവത്തിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടും. ലിഅന്ന മൻ ലാ യഅരിഫു ശർ യൂശികു അൻ യഖഅ ഫീഹി. കാരണം ഷർ എന്താണെന്ന് ഒരാൾക്ക് അറിയുന്നില്ല എങ്കിൽ അവൻ അതിൽ പോയി ചാടും. അതായത് നമ്മൾ യഥാർത്ഥ അഖീദ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ അടിസ്ഥാനങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുഴുകുമ്പോൾ അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇതിൽ നിന്ന് പിഴച്ചു പോയ ആളുകൾക്ക് എന്താണ് പിഴവ് സംഭവിച്ചത്, എവിടെയാണ് പിഴവ് സംഭവിച്ചത്, എങ്ങനെയാണ് പിഴവ് സംഭവിച്ചത് എന്നുള്ളതുകൂടി അറിയണം. അതെന്തിനാണ്? അതിനെ റദ്ദ് ചെയ്യാനും അത് തെറ്റാണെന്ന് നമുക്ക് ബോധ്യപ്പെടാനും മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും അവർക്ക് സംഭവിച്ച ശുബ്ഹത്തുകൾ നമുക്ക് സംഭവിക്കാതിരിക്കാനും അതുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക എന്നുള്ളത്. രണ്ടാമത്തേത് സാലിഹ് ഫൗസാൻ ഹഫിളഹുല്ലാഹ് പറയുന്നു, അൽ ഇനായതു ബിതദ്രീസിൽ അഖീദത്തി സ്വഹീഹ അഖീദത്തി സലഫി സ്വാലിഹ് ഫി മുഖ്തലിഫിൽ മറാഹിലി ദിറാസിയ. അദ്ദേഹം പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമികമായിട്ടുള്ള നാടുകളിൽ പഠിപ്പിക്കേണ്ട രീതിയെ കൂടി സൂചിപ്പിക്കുകയാണ്. ഏതൊരു മദ്രസകളിൽ ഏതൊരു മർഹലയാവട്ടെ, ഏതൊരു ക്ലാസ്സിലാവട്ടെ, അതിന് യോജിച്ച രീതിയിൽ ഈ ശരിയായ അഖീദ പഠിക്കുന്നതിൽ ഒരു ഗൗരവം കാണുക. അഥവാ പഠിക്കുന്ന സിലബസുകളിൽ ഈ ഒരു വിഷയം പ്രത്യേകമായിട്ടുണ്ടായിരിക്കണം. ഓരോ സ്ഥാപനത്തിലും സിലബസിൽ ഈ അഖീദ പഠിക്കാനുള്ള, യഥാർത്ഥ വിശ്വാസം പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പീരിയഡുകൾ, സമയം കൊടുക്കണം. വലിഹ്തിമാമുൽ ബാലിഗു ഫീ തദ്ഖീഖിൽ ഇംതിഹാനാതി ഫീ ഹാദിഹിൽ മാദ്ദ. അതുപോലെ ഈ ദീനിയായിട്ടുള്ള അഥവാ അഖീദയുടെ വിഷയങ്ങളിലെല്ലാം പരീക്ഷ നടത്താനും അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പ്രാധാന്യം കൊടുക്കുകയും വേണം. അപ്പോൾ അത് ഒരു സ്ഥാപനം എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന സിസ്റ്റത്തിനുള്ള പൊതുവായിട്ടുള്ള ഉപദേശമാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കൾക്ക് ഭൗതികമായ വിദ്യാഭ്യാസം നാം നൽകുന്നത് പോലെ തന്നെ ദീനിയായിട്ടുള്ള ശരിയായ അഖീദയും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ എന്താണ് എന്നും അതിന് കൊടുക്കേണ്ട പ്രാധാന്യവും സലഫുകളുടെ ജീവിതവും അതിൽ നമ്മൾ പാലിക്കേണ്ട മര്യാദകളും അതിൽ നമ്മൾ കൊണ്ടുവരേണ്ട ഇബാദത്തുകളും ഇതെല്ലാം സ്വഭാവ ഗുണങ്ങളും
കാര്യങ്ങളും എല്ലാം അവർക്ക് ലഭിക്കുന്ന രീതിയിൽ കൃത്യമായ ഓരോരുത്തരുടെയും മർഹല അനുസരിച്ച് ഓരോ പ്രായപരിധി അനുസരിച്ച് നാം പഠിപ്പിക്കുകയും നൽകുകയും വേണം. അടുത്തൊരു കാര്യം പറയുന്നത് അൻ തുഖററ ദിറാസത്തുൽ കുതുബിസ് സലഫിയ്യത്തു സ്വാഫിയ. എന്ത് ചെയ്യുക, ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ സലഫിയത്ത് പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വ്യക്തമായ ശുദ്ധമായ സലഫിയത്ത് പഠിപ്പിക്കുന്ന കിതാബുകൾ അവരുടെ മുഖററായിട്ടുകൊണ്ട് അവരുടെ ടെക്സ്റ്റ് ബുക്സ് ആയിക്കൊണ്ട് അവർക്ക് ഉണ്ടായിരിക്കണം. വയുബ്തഅദ് അൻ കുതുബിൽ ഫിർഖൽ മുൻഹരിഫ. അതേസമയം പിഴച്ചുപോയ ആളുകളുടെ കിതാബുകളിൽ നിന്ന് അകന്നു നിൽക്കുകയും വേണം. അഥവാ വഴികേടുകൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, പുസ്തകങ്ങൾ അത് പഠിക്കുന്നതിൽ നിന്ന് കുട്ടികളെ സൂക്ഷിക്കുകയും ശുദ്ധമായ സലഫിയത്ത് പഠിപ്പിക്കുന്ന കിതാബുകൾ അവർക്ക് പഠിപ്പിക്കുകയും വേണം. ഏതുപോലെയാണ് പിഴച്ച കിതാബുകൾ എന്ന് പറഞ്ഞാൽ കസൂഫിയ വൽ മുബ്തദിഅ വൽ ജഹ്മിയ, സൂഫികളുടെ കിതാബുകൾ പോലെ, ബിദ്അത്തുകാരുടെ കിതാബുകൾ പോലെ, അതുപോലെ ജഹ്മിയാക്കളുടെ മുഅ്തസില വൽ അശാഇറ വൽ മാതുരീദിയ വഗൈരിഹിം, അതുപോലെ പിഴച്ചിട്ടുള്ള ആളുകളുടെ കിതാബുകൾ. ഇല്ലാ മിൻ ബാബി മഅരിഫതിഹാ, എന്നാൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ എന്തിനു വേണ്ടി മാത്രമേ പറ്റുള്ളൂ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വഴികേടുകൾ അറിയാൻ വേണ്ടിയിട്ട് അതിന് മാത്രമേ പറ്റുള്ളൂ. അല്ലാതെ പഠിക്കുക എന്നുള്ള നിലക്ക് അതൊരു കിതാബായിട്ട് അവിടെ ഉണ്ടാവരുത്. ലിറദ്ദി മാ ഫീഹാ മിനൽ ബാത്തിൽ വതഹ്ദീർ മിൻഹാ, അതിനെ റദ്ദ് ചെയ്യാനും അതിൻ്റെ ബാത്തിലിനെ വ്യക്തമാക്കാനും അല്ലാതെ ആ കിതാബുകളിലേക്ക് പോകാതെ സലഫിയ്യത്ത് അടങ്ങുന്ന നല്ല കിതാബുകളിലേക്ക് അത് പഠിപ്പിക്കുന്നൊരവസ്ഥ ഉണ്ടാവുക. അവസാനമായി ഷെയ്ഖ് പറയുന്നൊരു കാര്യം, ഖിയാമു ദുആത്തിൻ മുസ്ലിഹീന യുജദ്ദിദൂന ലിന്നാസി അഖീദത്തസ് സലഫ്. ദാഇമാരുണ്ടാവുക, ആളുകൾക്ക് നന്മ പഠിപ്പിച്ചു കൊടുക്കുന്ന, ആളുകൾക്ക് അവരുടെ അഖീദ പുതുക്കി കൊടുക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന ദാഇമാർ ഉണ്ടാവുക. അതിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, ഉലമാക്കൾ ഉണ്ടാവുക, തുല്ലാബുകൾ ഉണ്ടാവുക, അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകൾ ഉണ്ടാവുക. വയറുദ്ദൂന വലാലാത്തിൽ മുൻഹരിഫീന അൻഹ, അതുപോലെ പിഴച്ച മാർഗങ്ങൾ, പിഴച്ച ഇതുപോലെയുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അതിനെ റദ്ദ് ചെയ്യാനുമുള്ള ആളുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതൊരു ആമുഖമാണ്, ഒന്നാമത്തെ ബാബ് എന്നുള്ളത്. അഖീദയുടെ പ്രാധാന്യവും അത് പഠിക്കേണ്ടതിൻ്റെ പ്രാധാന്യവും എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നും അതുപോലെ തന്നെ ആളുകൾ അഖീദയിൽ നിന്ന് പിഴച്ചു പോകാനുള്ള കാരണങ്ങളും അതിന് രക്ഷപ്പെടാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാമാണ് പറഞ്ഞത്. ഇനി അഖീദയുടെ ഓരോ ഭാഗങ്ങളും ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ആ ഒരു തർത്തീബിലാണ് ഷെയ്ഖ് ഇതിൻ്റെ അടുത്ത് മുതൽ എഴുതുന്നത്. അപ്പോൾ രണ്ടാമത്തെ ബാബ് ഷെയ്ഖ് പറയുന്നത് അൽ ബാബു സാനി ഫി ബയാനി മഅന തൗഹീദി വ അൻവാഇഹി. ഈ ബാബ് ചർച്ച ചെയ്യുന്ന വിഷയം നമുക്കറിയാം, അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചത് തൗഹീദിന് വേണ്ടിയാണ്, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എന്താണ് തൗഹീദ്? തൗഹീദിൻ്റെ ഇനങ്ങൾ എന്താണ്? തൗഹീദിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ഞാനൊരു മുവഹിദാവുക? അല്ലെങ്കിൽ തൗഹീദിൽ നിന്ന് എപ്പോഴാണ് ഒരാൾ പുറത്തു പോവുക? അതുപോലെ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെ പറ്റിയാണ്, എന്താണ് തൗഹീദിൻ്റെ അർത്ഥമെന്നും തൗഹീദിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ് എന്നുമെല്ലാമാണ് ഇനിയുള്ള ഈ ഒരു ബാബിൽ ഷെയ്ഖ് പറയുന്നത്. അതിന് തൗഹീദിൻ്റെ ഒരു തഅരീഫ് അതിനിടയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നുസ്ഖയിൽ ഉണ്ടോയെന്ന് അറിയില്ല, ഒരു തഅരീഫ് പറയുന്നുണ്ട്. അത്തൗഹീദു, തൗഹീദ് എന്ന് പറഞ്ഞാൽ ഹുവ ഇഅ്തിഖാദു തഫറുദില്ലാഹി ബിൽ ഖൽഖി വത്തദ്ബീർ. തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഏകനാണ് എന്നുള്ള വിശ്വാസമാണ്. ഏതിലൊക്കെ? ബിൽ ഖൽഖി വത്തദ്ബീർ, സൃഷ്ടിപ്പിലും കാര്യങ്ങളുടെ നിയന്ത്രണത്തിലും. വഇഖ്ലാസുൽ ഇബാദത്തി ലഹു, അതുപോലെ ഇബാദത്തുകൾ അവന് വേണ്ടി മാത്രമായി നിഷ്കളങ്കമായി നിർവഹിക്കലാണ്. വതർക്കു ഇബാദത്തി മാ സിവാഹു, അവനൊഴികെയുള്ള മറ്റാർക്ക് വേണ്ടിയും ഇബാദത്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ. വഇസ്ബാതു മാ ലഹു മിനൽ അസ്മാഇൽ ഹുസ്ന വസിഫാത്തിൽ ഉലിയ, അതുപോലെ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമമായ നാമങ്ങളും ഉന്നതമായ വിശേഷണങ്ങളും അള്ളാഹുവിന് സ്ഥിരപ്പെടുത്തുക. വതൻസീഹുഹു അനിൻ നഖ്സി വൽ ഐബ്, അള്ളാഹുവിന് കുറവുകൾ, ന്യൂനതകളെ തൊട്ട് അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുക. അങ്ങനെയുള്ള കുറവുകൾ അള്ളാഹുവിനില്ല എന്ന നിലക്ക്. ഫഹുവ ബിഹാദ തഅരീഫ് യശ്മലു അൻവാഅ തൗഹീദ് സലാസ, ഈ ഒരു തഅരീഫിൽ തൗഹീദിന്റെ 3 ഇനങ്ങളും ഉൾക്കൊണ്ടു. വബയാനുഹാ കത്താലി, അതിന്റെ വിശദീകരണം താഴെ ഇതാ പറയുന്നു എന്ന് പറയാണ്. അപ്പോൾ തൗഹീദ് എന്നുള്ളതിനുള്ള ഒരു തഅരീഫാണ് ഷെയ്ഖോട് പറഞ്ഞത്. ഷെയ്ഖ് പറഞ്ഞത് എന്താ? ഒന്ന്, സൃഷ്ടിപ്പിലും നിയന്ത്രണത്തിലും ഏകനായിട്ടുള്ളവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ മാത്രമാണ് ഇബാദത്ത് ചെയ്യേണ്ടത്, വേറൊരാൾ ഇബാദത്ത് ചെയ്യാൻ പാടില്ല.
അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും അള്ളാഹുവിന് സ്ഥിരപ്പെട്ടിട്ടുള്ള എന്താണോ അത് സ്ഥിരപ്പെടുത്തണം. അതിനെതിരായിട്ടുള്ള ന്യൂനതകളിൽ നിന്ന് അള്ളാഹു പരിശുദ്ധനാണ് എന്ന് വിശ്വസിക്കണം. ഈ കാര്യങ്ങളിലൊക്കെ ഏകനാക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഇതിൽ തൗഹീദിൻ്റെ 3 ഇനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അടുത്ത ഈ ബാബിൽ ഇനിയുള്ള ബാബുകളിലും ഓരോ കാര്യമായി പറയുന്നത്. അപ്പോൾ ഈ ബാബിൽ ഒന്നാമത്തേതായി തൗഹീദുർ റുബൂബിയ്യ എന്നുള്ള വിഷയമാണ് ശൈഖ് കൊടുത്തിട്ടുള്ളത്. വയതളമ്മനുൽ ഫുസൂല താലിയ, ഈ തൗഹീദുർ റുബൂബിയ്യക്കകത്ത് 5 ഫസ്ലുകളായിട്ട് ചില കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. 5 ഫസ്ലുകളായിട്ട്. പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ധാരാളം ആളുകൾക്ക് തൗഹീദ് ഉള്ള ആളുകളാണ് അവർ. അള്ളാഹുവിനെ അല്ലാതെ വേറൊരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹു അല്ലാത്ത വേറൊരാളോടും നേർച്ചകൾ നേരാത്ത, സുജൂദുകൾ നിർവഹിക്കാത്ത, ജാറത്തിലോ മറ്റൊന്നും പോകാത്ത അങ്ങനെയുള്ള ധാരാളം ആളുകൾ, സാധാരണക്കാരായ ആളുകൾ. അവർക്ക് ഇപ്പോഴും തൗഹീദിൻ്റെ ഇനങ്ങൾ എന്തൊക്കെയാണ് എന്നോ അല്ലെങ്കിൽ എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസമെന്നോ എങ്ങനെയാണത് മനസ്സിലാക്കേണ്ടതെന്നോ അറിയാത്ത ധാരാളം ആളുകളുണ്ട്. അതുപോലെയുള്ള ആളുകൾക്കെല്ലാം വളരെ വ്യക്തമായി മനസ്സിലാകുന്ന രീതിയിലാണ് ഷെയ്ഖ് ഈ കിതാബ് ക്രോഡീകരിച്ചിട്ടുള്ളതും എഴുതിയിട്ടുള്ളതും അതിൻ്റെ തെളിവുകൾ കൊടുത്തിട്ടുള്ളതും. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളത് പറഞ്ഞിട്ട് ഒന്നാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ്യാണ്. തൗഹീദിൻ്റെ 3 ഇനങ്ങളിൽ ഒന്നാമത്തെ തൗഹീദുർ റുബൂബിയ്യാണ് വിശദീകരിക്കുന്നുണ്ട്. ഇതിൽ ഫസ്റ്റുകളായി കൊടുത്തിട്ടുള്ളത് അൽ ഫസ്ലുൽ അവ്വൽ. ആദ്യം ഫസ്റ്റുകളുടെ പേര് വായിക്കാം. ഒന്നാമത്തെ ചാപ്റ്റർ എന്നുള്ളത് ഫി ബയാനി മഅന തൗഹീദുർ റുബൂബിയ്യ വഫിത്രിയതിഹി വഇഖ്റാറിൽ മുശ്രിക്കീന ബിഹി. ഒന്നാമത്തേത് എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്നുള്ളതും അത് ഓരോ ആളുകളിലും പ്രകൃതിയ ഫിത്രത്തിയായിട്ടുണ്ട് എന്നതും മുശ്രിക്കീങ്ങൾ അത് അംഗീകരിച്ചിരുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അൽ ഫസ്ലു സാനി, രണ്ടാമത്തെ ഫസ്ല് ഫി ബയാനി മഫ്ഹൂമി കലിമത്തി റബ്ബി ഫിൽ ഖുർആനി വസ്സുന്ന. റബ്ബ് എന്നുള്ള പദം ഖുർആനിലും സുന്നത്തിലും വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കേണ്ടത്. വതസവ്വുറാത്തിൽ ഉമമി ദ്വാലതി ഫി ബാബി റുബൂബിയ്യ വറദ്ദി അലൈഹ. റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ പിഴച്ച ചിന്താഗതികൾ ഉണ്ടായിട്ടുള്ളതും അതുപോലെ തന്നെ അതിനുള്ള മറുപടിയും. അൽ ഫസ്ലു സാലിസ്, മൂന്നാമത്തേത് ഫി ബയാനി ഹുദൂഇൽ കൗനി ഫിൽ ഇൻഖിയാദി വത്താഅതി ലില്ലാഹ്. ഈ ആകാശഭൂമികൾ, ഈ കൗന് എന്ന് പറഞ്ഞാൽ ഭൗതികമായിട്ടുള്ള എല്ലാ സൃഷ്ടികളും, അതെല്ലാം അള്ളാഹുവിന് കീഴൊതുങ്ങുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അള്ളാഹുവിനെ അനുസരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണം. അൽ ഫസ്ലു റാബിഅ, നാലാമത്തേത് ഫി ബയാനി മൻഹജിൽ ഖുർആനി ഫി ഇസ്ബാതി വഹ്ദാനിയത്തില്ലാഹി ഫിൽ ഖൽഖി വൽറിസ്ഖി വഗൈരി ദാലിക്. ഖുർആനിൻ്റെ രീതി, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഏകത്വം സൃഷ്ടിപ്പിലും ഉപജീവനം നൽകുന്നതിലും അള്ളാഹുവിനെ ഏകത്വം സ്ഥിരപ്പെടുത്തുന്നതിൽ ഖുർആനിൻ്റെ രീതി എങ്ങനെയാണ്. അൽ ഫസ്ലുൽ ഖാമിസ്, അഞ്ചാമത്തേത് ഫി ബയാനി ഇസ്തിൽസാമു തൗഹീദുർ റുബൂബിയ്യ ലിതൗഹീദുൽ ഉലൂഹിയ്യ. റുബൂബിയത്തിലെ തൗഹീദ് ഉലൂഹിയത്തിൻ്റെ തൗഹീദിനെ നിർബന്ധമാക്കുന്നു എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിശദീകരണങ്ങൾ. അപ്പോൾ റുബൂബിയത്തിലെ തൗഹീദിൻ്റെ എല്ലാ ഭാഗങ്ങളും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു ബാബിൽ ഒന്നാമത്തെ ടോപ്പിക് ആയിക്കൊണ്ട് ഷെയ്ഖ് പറയുന്നത് തൗഹീദുർ റുബൂബിയ്യ. അൽ ഫസ്ലുൽ അവ്വൽ, ഇതിൽ ഒന്നാമത്തെ ഫസ്ൽ നമ്മൾ പറഞ്ഞത് ഫി ബയാനി മഅന തൗഹീദുർ റുബൂബിയ്യ വ ഇഖ്റാറിൽ മുശ്രിക്കീന ബിഹി. എന്താണ് തൗഹീദുർ റുബൂബിയ്യ എന്നും മുശ്രിക്കീങ്ങൾ അത് എങ്ങനെയാണ് അംഗീകരിച്ചിരുന്നത് എന്നുള്ളതുമാണ് ഇവിടെ പറയുന്നത്. അത്തൗഹീദു, ഷെയ്ഖ് പറയാണ്, അത്തൗഹീദു ബിമഅനാഹുൽ ആമി ഹുവ. പൊതുവായി കൊണ്ട് പറയുകയാണ് എങ്കിൽ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഅ്തിഖാദു തഫറുദില്ലാഹി തആല ബിർറുബൂബിയ്യ. റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളത്, അഥവാ റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഏകനാണ്. ഈ റുബൂബിയത്ത് എന്നുള്ള പദം എന്താണ് എന്നും അതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം ഇനി വരുമ്പോൾ വിശദീകരിക്കും. റുബൂബിയത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഏകനാണെന്ന് വിശ്വസിക്കുക. വൈഖ്ലാസുൽ ഇബാദത്തി ലഹു, അവന് മാത്രം ഇബാദത്തുകൾ നിഷ്കളങ്കമായി ചെയ്യുക. വൈസ്ബാതു മാ ലഹു മിനൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിനുള്ള നാമങ്ങളും വിശേഷണങ്ങളും സ്ഥിരപ്പെടുത്തുക. അള്ളാഹുവിന് എന്തൊക്കെ നാമങ്ങളും വിശേഷണം വന്നിട്ടുണ്ടോ അത് സ്ഥിരപ്പെടുത്തുക. ഫഹുവ സലാസതു അൻവാഇൻ, ഈ തൗഹീദ് എന്നുള്ളത് 3 ഇനമാണ്. അപ്പോൾ തൗഹീദ് എന്ന് പറഞ്ഞാൽ എന്താണ്? റുബൂബിയത്ത് ചുരുക്കി പറഞ്ഞാൽ സൃഷ്ടിക്കുക, ഉപജീവനം നൽകുക, അധികാരപ്പെടുത്തുക, നിയന്ത്രിക്കുക എന്നീ കാര്യങ്ങൾ, അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന, ഇങ്ങോട്ട് ലഭിക്കുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളിലെല്ലാം അത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്നുള്ള നിലയ്ക്ക് അള്ളാഹുവിനെ ഏകനാക്കുക. രണ്ടാമത്തേത് വൈഖ്ലാസുൽ ഇബാദത്തി ലഹു, അള്ളാഹുവിന് ഇബാദത്ത് നിഷ്കളങ്കമായി ചെയ്യുക. അഥവാ നമ്മൾ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ എന്തൊക്കെയാണോ അത് അള്ളാഹുവിന് വേണ്ടി മാത്രമായി ചെയ്യുക.
മൂന്നാമത്തേത് അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത് എന്തൊക്കെയാണോ അതിനെ സ്ഥിരപ്പെടുത്തുക. ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ തൗഹീദിനെ മൂന്നിനങ്ങളാണ് ഈ തഅരീഫിൽ പറഞ്ഞതുപോലെ തന്നെ മൂന്നിനങ്ങളായിട്ട് മനസ്സിലാക്കാം. തൗഹീദുർ റുബൂബിയ്യ വ തൗഹീദുൽ ഉലൂഹിയ്യ വ തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. തൗഹീദുർ റുബൂബിയ്യ നമ്മൾ നേരത്തെ പറഞ്ഞ അള്ളാഹു റബ്ബാണ്, സൃഷ്ടാവാണ്, നിയന്താവാണ്, അധികാരിയാണ്, ഉപജീവനം നൽകുന്നവനാണ്, ആ നിലക്കുള്ളത്. രണ്ടാമത്തെ തൗഹീദുൽ ഉലൂഹിയ്യ, അള്ളാഹു ഇലാഹാണ്, അഥവാ നാം ചെയ്യുന്ന ഇബാദത്തുകൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ട് നന്മ പ്രതീക്ഷിച്ചും ഗുണം പ്രതീക്ഷിച്ചും ദോഷം തടയാനും അല്ലെങ്കിൽ ആ നിലക്ക് ഭയപ്പെട്ടുകൊണ്ടോ പ്രതീക്ഷ വെച്ചുകൊണ്ടോ ഇഷ്ടം കൊണ്ടോ അങ്ങനെയുള്ള നിലക്കൊക്കെ നാം ചെയ്യുന്ന കർമ്മങ്ങൾ, ആ ഇബാദത്തുകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഉദാഹരണത്തിന് ദുആ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിൽ നിന്ന് ഒരു കാര്യകാരണ ബന്ധവും ഇല്ലാതെ ഒരു കാര്യം നമ്മൾ തേടുന്നതിനാണ് ദുആ എന്ന് പറയുക. അയാൾക്ക് നമുക്കിപ്പോൾ ഞാൻ അവിടെ ഇരിക്കുന്ന ഒരാളോട് ആ പുസ്തകം എടുത്തു തരൂ എന്ന് പറഞ്ഞാൽ അത് ദുആഇൻ്റെ പരിധിയിൽ പെടുന്ന കാര്യമല്ല. കാരണം അത് അയാൾക്ക് എടുത്തു തരാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതേ സമയത്ത് ഈ അയാളോട് എനിക്ക് ഉപജീവനം നൽകണം, എൻ്റെ പാപങ്ങൾ പുറത്തു നൽകണം എന്ന് പോലെയുള്ള അള്ളാഹുവിന് മാത്രം കഴിയുന്ന കാര്യങ്ങൾ പറഞ്ഞാലോ അത് പാടില്ല. ഏതൊരു സൃഷ്ടിയോടും അങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല. അങ്ങനെയുള്ള ഇബാദത്തുകൾ, അത് അറവാവട്ടെ, നേർച്ചയാവട്ടെ, തവക്കുലാവട്ടെ, ഇസ്തിഗാസയാവട്ടെ, ഇസ്തിആനയാവട്ടെ, അതെല്ലാം അള്ളാഹുവിന് മാത്രം ചെയ്യുന്നത് തൗഹീദുൽ ഉലൂഹിയ്യ. ഇൻഷാ അല്ലാഹ് ഇതിന് വിശദീകരണം വരും ഈ കിതാബിൽ. തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അള്ളാഹുവിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു തആല ഖുർആനിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലോ പഠിപ്പിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, എങ്ങനെയാണോ സ്വഹാബികൾ അതിനെ മനസ്സിലാക്കിയത്, വിശ്വസിച്ചത്, അതുപോലെ വിശ്വസിക്കുക. ഇതാണ് മൂന്നിനം തൗഹീദ്. വകുല്ലു നൗഇൻ ലഹു മഅനൻ ലാ ബുദ്ദ ബിൻ ബയാനിഹി, ഈ ഓരോ ഇനത്തിനും അതിൻ്റെതായ ആശയങ്ങളുണ്ട്, അതും എന്തായാലും വിശദീകരിക്കേണ്ടതുമാണ്. ലിയതഹദ്ദദൽ ഫർഖു ബൈന ഹാദിഹിൽ അൻവാ, എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഓരോ ഇനങ്ങളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിക്കൊണ്ട് സൂക്ഷ്മമായിക്കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി, അത് വേർതിരിക്കാൻ വേണ്ടി. അപ്പോൾ അത് ഓരോന്നും വേർതിരിച്ച് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തേതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഫതൗഹീദുർ റുബൂബിയ്യ, തൗഹീദു അർ-റുബൂബിയ്യ എന്നുള്ളത്. തൗഹീദിൻ്റെ ഒന്നാമത്തെ ഇനം തൗഹീദുർ റുബൂബിയ്യ. എന്താണ് തൗഹീദുർ റുബൂബിയ്യ? ഷെയ്ഖ് പറയാണ്, ഹുവ ഇഫ്റാദുല്ലാഹി തആല ബിഅഫ്ആലിഹി. തൗഹീദുർ റുബൂബിയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക എന്നുള്ളതാണ്. അവൻ്റെ പ്രവർത്തനങ്ങളിൽ ഏകനാക്കുക. വളരെ എളുപ്പത്തിൽ റുബൂബിയത്തും ഉലൂഹിയത്തും വേർതിരിച്ചറിയാനുള്ളൊരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റുബൂബിയത്താകുന്ന കാര്യങ്ങളിൽ ഫിഅൽ ചെയ്യുന്നവൻ ഫാഇൽ ആരായിരിക്കും? അള്ളാഹു ആയിരിക്കും. റുബൂബിയത്തിൻ്റെ കാര്യങ്ങളിൽ ഫിഅൽ ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്നവൻ ആരായിരിക്കും? അള്ളാഹു ആയിരിക്കും. ഉലൂഹിയത്തിൻ്റെ കാര്യങ്ങളിൽ ഫിഅൽ ചെയ്യുന്നവൻ, പ്രവൃത്തി ചെയ്യുന്ന ഫാഇൽ ആരായിരിക്കും? അടിമയായിരിക്കും. ഒരു കാര്യം റുബൂബിയത്തിൽ പെടുന്നതാണോ ഉലൂഹിയത്തിൽ പെടുന്നതാണോ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള എളുപ്പമാർഗം എന്താണ്? റുബൂബിയത്താണെങ്കിൽ അതിൽ ക്രിയ ചെയ്യുന്നവൻ ആരായിരിക്കും? അള്ളാഹു ആയിരിക്കും. ഉലൂഹിയത്താണെങ്കിൽ അതിൽ ക്രിയ ചെയ്യുന്നവൻ, അതിൽ ഫാഇൽ അടിമയായിരിക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിനെ ഏകനാക്കുക, അതാണ് തൗഹീദുർ റുബൂബിയ്യ. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. ബിഅൻ യുഅ്തഖദ അന്നഹു വഹ്ദഹുൽ ഖാലിഖുൽ ജമീഇൽ മഖ്ലൂഖാത്ത്, അതിൽ പെട്ടതാണ് ഒരാൾ വിശ്വസിക്കുക എന്നുള്ളത്. അഥവാ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം ഖാലിഖ് അള്ളാഹു ആണെന്നുള്ളത്. സൂറത്ത് സുമറിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അള്ളാഹു തആല എല്ലാറ്റിൻ്റെയും ഖാലിഖാണ്, സൃഷ്ടാവാണ്. വഅന്നഹു അർ-റാസിഖു ലിജമീഇദ് ദവാബി വൽ ആദമിയ്യിൻ വഗൈരിഹിം, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല റാസിഖാണ്, റിസ്ക് നൽകുന്നവനാണ്. എല്ലാ ജന്തുജീവജാലങ്ങൾക്കും മനുഷ്യർക്കും അതല്ലാത്ത എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം ഉപജീവനം നൽകുന്നവൻ അള്ളാഹുവാണ്. സൂറത്ത് ഹൂദിലെ 6-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, ഭൂമിയിൽ ഒരു ജീവിയുമില്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഇടമേൽ അവരുടെ ഉപജീവനം ബാധ്യതയായിട്ടുള്ളതല്ലാതെ. അഥവാ അള്ളാഹു റിസ്ക് നൽകാതെ ഒരു ജീവിയുമില്ല എന്ന് പറയാൻ. അപ്പോൾ സൃഷ്ടിപ്പും ഉപജീവനം നൽകലും എല്ലാം റുബൂബിയത്തിൻ്റെ അകത്ത് പെടുന്നതാണ്. കാരണം അതിൻ്റെയൊക്കെ ഫാഇൽ ആരാണ്? അള്ളാഹുവാണ്. അള്ളാഹു അല്ലാതെ ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ സാധിക്കുകയില്ല. അള്ളാഹു അല്ലാതെ ആർക്കെങ്കിലും ഉപജീവനം നൽകാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ.
വന്നഹു മാലിക്കുൽ മുൽക്ക്, റുബൂബിയത്തിന്റെ വിശ്വാസത്തിൽപ്പെട്ടതാണ് എല്ലാവിധ ആധിപത്യത്തിന്റെയും അധികാരി, ആധിപത്യമുള്ളവൻ അള്ളാഹുവാണ്. വൽ മുദബ്ബിറു ലിശുഊനിൽ ആലമി കുല്ലിഹി, ഈ ഭൂമിയുടെ എല്ലാ നിയന്ത്രണങ്ങളും എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് മുദബ്ബിർ അള്ളാഹുവാണ്. യുവല്ലി വയഅ്സിലു, അള്ളാഹുവാണ് ഒരാളെ സംരക്ഷിക്കുന്നത്, ഒരാളെ കൈയൊഴിയുന്നത്. വയുഇസ്സു വയുദില്ലു, ഒരാൾക്ക് പ്രതാപമേകുന്നത്, ഒരാൾക്ക് നിന്ദ്യത വരുത്തുന്നത്. അൽ ഖാദിറു അലാ കുല്ലി ഷൈഇൻ, എല്ലാത്തിനും കഴിവുള്ളവൻ അവനാണ്. യുസർരിഫുൽ ലൈല വന്നഹാർ, രാവും പകലും മാറ്റുന്നത് അവനാണ്. വയുഹി വയുമീറ്റ്, ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അവനാണ്. സൂറത്ത് ആലി ഇമ്രാനിലെ 26-27 ആയത്തുകൾ അതിനെ അറിയിക്കുന്നതാണ്. ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക്, നബിയെ പറയുക, അള്ളാഹു എല്ലാവിധ ആധിപത്യത്തിൻ്റെയും അധികാരിയാണ്. തുഅ്തിൽ മുൽക മൻ തശാഉ, അള്ളാഹുവെ നീയാണ് നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഈ ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യത്തെ എടുത്തു മാറ്റുന്നു, അധികാരത്തെ എടുത്തു മാറ്റുന്നു. വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇസ്സത്ത് നൽകുന്നു, ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യത വരുത്തുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും ഉള്ളത്. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. തൂലിജുൽ ലൈല ഫിൻ നഹാർ വതൂലിജുൻ നഹാറ ഫിൽ ലൈൽ, രാവിനെ പകലിലും പകലിനെ രാവിലും പ്രവേശിപ്പിക്കുന്നു, അഥവാ മാറി മാറി വരുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ്, ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെയും പുറത്തു കൊണ്ടുവരുന്നു. വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നീ ഉപജീവനം നൽകുന്നു. അള്ളാഹുവിൻ്റെ റുബൂബിയത്തിൻ്റെ ആശയങ്ങളെല്ലാം അറിയിക്കുന്ന വളരെ മഹത്തായിട്ടുള്ള ഒരായത്താണ്. നമ്മൾ ഉറ്റാലോചിക്കേണ്ട, അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി തരുന്ന ഒരായത്താണിത്. എന്നിട്ട് ഷെയ്ഖ് പറയുകയാണ്, വഖദ് നഫല്ലാഹു സുബ്ഹാനഹു അൻ യകൂന ലഹു ശരീകുൻ ഫിൽ മുൽക്കി ഔ മുഈനുൻ കമാ നഫാ സുബ്ഹാനഹു അൻ യകൂന ലഹു ശരീകുൻ ഫിൽ ഖൽഖി വർ-റിസ്ഖ്. അല്ലാഹു സുബ്ഹാനഹു വതആല നിഷേധിക്കുന്നു എന്ത്? അള്ളാഹുവിന് ആധിപത്യത്തിലും അള്ളാഹുലൊരു പങ്കുകാരനോ സഹായിയോ ഉണ്ടോ എന്നുള്ളത്. അഥവാ അള്ളാഹുവിൻ്റെതാണ് ഈ ആധിപത്യം, അധികാരമെല്ലാം. അതിലേതെങ്കിലും തരത്തിലൊരു പങ്കുകാരനോ അള്ളാഹുവിനെ സഹായിക്കാൻ ഒരാളോ ഉണ്ടോ എന്നുള്ളതിനെ അള്ളാഹു തആല ഈ ആയത്തുകളിലൂടെ പൂർണ്ണമായി നിഷേധിക്കുന്നു. ഏതുപോലെ? സൃഷ്ടിക്കാനും ഉപജീവനം നൽകാനും മറ്റൊരാളില്ലാത്ത പോലെ. അതായത് സൃഷ്ടിക്കുന്നതിലോ ഉപജീവനം നൽകുന്നതിലോ അള്ളാഹുവിനോടൊപ്പം വേറെ സഹായിയായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. പങ്കുകാരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഇതിനെല്ലാം അധികാരപ്പെടുത്തുന്നതിലും അള്ളാഹു ഏകനാണ് എന്ന് പറയുന്നു. ഖാല തആല സൂറത്തുൽ ലുഖ്മാനിലെ 11-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. അഥവാ ഏത് കാര്യങ്ങളും അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനിഹി, നിങ്ങളൊന്ന് കാണിച്ചു തരൂ അള്ളാഹു തആല അല്ലാതെ മറ്റാരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവത്തിലുള്ള ഒരു ചോദ്യമാണത്. ഇത് അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അള്ളാഹു അല്ലാതെ വേറെ ആരെങ്കിലും സൃഷ്ടിച്ച എന്തെങ്കിലും ഒരു കാര്യത്തെ കാണിച്ചു തരാൻ പറയാണ്. വഖാല തആല, അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ മുൽക്കിലെ 21-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അമ്മൻ ഹാദല്ലദീ യർസുഖുകും ഇൻ അംസക റിസ്ഖഹു, അള്ളാഹു എങ്ങാനും അവൻ്റെ റിസ്ഖ് ഒന്ന് തടഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകാനുള്ളത്? നമ്മൾ ആലോചിച്ച് നോക്കണം. ആകാശത്ത് നിന്ന് മഴ വർഷിക്കാനോ ഭൂമിയിൽ നിന്ന് വ്യത്യസ്ത കായികനികൾ മുളപ്പിക്കാനോ അല്ലെങ്കിൽ അതുപോലെ നമുക്ക് വായു നൽകാനോ അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതെല്ലാം നൽകാൻ അള്ളാഹു അല്ലാതെ ഒരാളുമില്ല, ഒരാൾക്കും സാധിക്കുകയുമില്ല. എന്നിട്ട് പറയാണ്, കമാ അലന ഇൻഫിറാദഹു ബിറുബൂബിയത്തി അലാ ജമീഇ ഖൽഖിഹി ഫഖാല, ഏതുപോലെ അല്ലാഹു തആല എല്ലാ സൃഷ്ടികളുടെ മേലെയും അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ ആ വിഷയത്തിൽ അള്ളാഹു ഏകനാണ് എന്ന് സ്ഥാപിക്കുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിഹയിലെ 2-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ അള്ളാഹുവിനാണ്, റബ്ബുൽ ആലമീനായ അള്ളാഹുവിനാണ് എല്ലാ സ്തുതിയുമുള്ളത്. റബ്ബുൽ ആലമീൻ എന്നുള്ള വാക്കാണ് എല്ലാ ലോകത്തിൻ്റെയും റബ്ബായിട്ടുള്ളവൻ. അതുപോലെ സൂറത്തുൽ അറാഫിലെ 54-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, ഇന്ന റബ്ബക്കുമുല്ലാഹു അല്ലദീ ഖലഖസ് സമാവാതി വൽ അർദ്, തീർച്ചയായും നിങ്ങളുടെ റബ്ബ് എങ്ങനെയുള്ളവനാണ്? ആകാശഭൂമികളെ സൃഷ്ടിച്ചു ഫി സിത്തത്തി അയ്യാമിൻ, 6 ദിവസങ്ങളിലായിക്കൊണ്ട്. 6 ദിവസങ്ങളിലായിക്കൊണ്ടാണ് അള്ളാഹു തആല ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ്.
അവസാനം വെള്ളിയാഴ്ച ദിവസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത്. അത് വെള്ളിയാഴ്ച ദിവസത്തിൻ്റെ അവസാന സമയം അസറിന് ശേഷമാണ് എന്നും കാണാൻ സാധിക്കും. അവസാനം സൃഷ്ടിച്ച സൃഷ്ടി മനുഷ്യനാണ്. ثم استوى على العرش, പിന്നീട് അല്ലാഹു തആല അർശിന് മേൽ ഇസ്തിവാ ചെയ്തു, അർശിന് മേൽ ഉയർന്നു. യുഗ്ശി الليل النهار يطلبه حثيثا, രാവ് പകലിനെ ചുറ്റിപ്പൊതിയുന്നു, ആ പകൽ എത്രയും പെട്ടെന്ന് അതിനെ വീണ്ടും തേടിപ്പോകുന്നു. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി, സൂര്യനാവട്ടെ ചന്ദ്രനാവട്ടെ നക്ഷത്രങ്ങളാവട്ടെ കൃത്യമായ ഒരു ഭ്രമണപഥത്തിൽ കൃത്യമായ ഒരു സമയത്തിലും രീതിയിലുമായിക്കൊണ്ട് സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അതായത് സൃഷ്ടിപ്പ് നടത്തിക്കഴിഞ്ഞ് മനുഷ്യന്റെ കാലം കടന്നു പോകുന്നത് രാവും പകലുമാണ്, ദിവസങ്ങളാണ്. അതിൻ്റെ അടിസ്ഥാനം എന്താണ്? സൂര്യനും ചന്ദ്രനുമാണ്. കാരണം അത് സൂര്യൻ എവിടെ ഉദിക്കുന്നു എവിടെ അസ്തമിക്കുന്നു, ചന്ദ്രൻ എവിടെ ഉദിക്കുന്നു എവിടെ അസ്തമിക്കുന്നു, എപ്പോൾ ഉദിക്കുന്നു എപ്പോൾ അസ്തമിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദിവസവും മാസവും വർഷങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് അത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതെല്ലാം കൃത്യമായ ഒരു കണക്കിൽ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. അലാ ലഹുൽ ഖൽഖ് വൽ അംർ, എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹുവിൻ്റെതാണ് സൃഷ്ടിപ്പ്, അള്ളാഹുവിൻ്റെതാണ് തീരുമാനാധികാരം. നമ്മളെല്ലാവരും ഈ ആകാശഭൂമികൾക്കകത്തുള്ള എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് എന്നിരിക്കെ അതിൽ എന്തൊക്കെ സംഭവിക്കണം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലാവട്ടെ, ലോകത്താവട്ടെ, ഈ നാട്ടിലാവട്ടെ, ആകാശത്താവട്ടെ, കടലിനടിയിലാവട്ടെ, അവിടെയെല്ലാം എന്ത് സംഭവിക്കണം, നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ കാര്യമാവട്ടെ, എത്ര നിസ്സാരമായി നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമാവട്ടെ, അതിൻ്റെ എല്ലാം അമ്ർ, നിയന്ത്രണം, അധികാരം അള്ളാഹുവിനാണ്. കാരണം എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് നമ്മളെല്ലാവരും. അലാ ലഹുൽ ഖൽഖ് വൽ അംർ, വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്. അലാ ലഹുൽ ഖൽഖ് വൽ അംർ, നിങ്ങൾ മനസ്സിലാക്കണം അവൻ്റേതാണ് സൃഷ്ടിപ്പ്, അതുപോലെ തന്നെ അധികാരവും. തബാറകല്ലാഹു റബ്ബുൽ ആലമീൻ, അല്ലാഹു തആല റബ്ബുൽ ആലമീനായ അല്ലാഹു തആല പരിശുദ്ധനായിരിക്കുന്നു എന്നുള്ളത്. ഈ ആയത്തുകളെല്ലാം സ്ഥാപിക്കുന്ന കാര്യം അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബാണ് എന്നുള്ള ആശയമാണ്. ഈ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഖുർആനിൽ അള്ളാഹു തആല ഇത് എടുത്തു പറയുന്നത് ഇനി വരുന്നുണ്ട്, ഉലൂഹിയത്തിലേക്കുള്ള മാർഗമായിക്കൊണ്ട് അള്ളാഹു ഇത് എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ തൗഹീദുർ റുബൂബിയ്യ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബുകളിലെല്ലാം, ഇപ്പോൾ കിതാബ് തൗഹീദ് ആവട്ടെ, സലാസുൽ ഉസൂൽ ആവട്ടെ, ഖവാദിൽ അർബഅ ആവട്ടെ, അതുപോലെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തൗഹീദ് എന്നുള്ള ആശയം പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? തൗഹീദുൽ ഉലൂഹിയാണ്. അദ്ദേഹം ദഅവത്ത് ചെയ്ത പ്രധാനപ്പെട്ട തൗഹീദ് എന്താണ്? തൗഹീദുൽ ഉലൂഹിയാണ്. അദ്ദേഹം തൗഹീദുർ റുബൂബിയത്തിനെ സംബന്ധിച്ചോ തൗഹീദുൽ അസ്മാഉ സിഫാത്തിനെ സംബന്ധിച്ചോ, അതിനെ ചുരുക്കത്തിൽ ഈ രണ്ടെണ്ണത്തിനെ തൗഹീദുൽ ഇൽമി എന്ന് പറയാറുണ്ട്. തൗഹീദിനെ മൂന്നിനമായി തിരിച്ചല്ലോ. ചില പണ്ഡിതന്മാർ അതിനെ തൗഹീദുൽ ഇൽമി, തൗഹീദുൽ അമലി എന്ന് വേർതിരിക്കാറുണ്ട്. തൗഹീദുൽ ഇൽമി എന്ന് പറഞ്ഞാൽ റുബൂബിയത്തും അസ്മാഉ സിഫാത്തും, തൗഹീദുൽ അമലി എന്ന് പറഞ്ഞാൽ തൗഹീദുൽ ഉലൂഹിയ അല്ലെങ്കിൽ ഇബാദത്തിന്റെ തൗഹീദ് എന്ന് പറയും. ഇതിനെ ഈ ഇൽമിയായ തൗഹീദിനെ കുറിച്ച് ചർച്ച ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിന്റെ കിതാബിൽ കുറവാണ്. കാരണം അദ്ദേഹം ദഅവത്ത് ചെയ്യുമ്പോൾ അന്നുണ്ടായിരുന്നത് ഉലൂഹിയത്തുള്ള ശിർക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടിലും ചുറ്റുഭാഗത്തും ജസീറ അറബിയിലെല്ലാം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അദ്ദേഹം ശ്രദ്ധ കൊടുത്തത് തൗഹീദുൽ ഉലൂഹിയത്തിലാണ്. അപ്പോൾ തൗഹീദുർ റുബൂബിയത്തിനെ കുറിച്ചുള്ള പഠനം പൊതുവെ അദ്ദേഹത്തിൻ്റെ കിതാബുകളിൽ നിന്ന് മാത്രം തൗഹീദ് പറയുമ്പോൾ കുറവായിരിക്കും. അദ്ദേഹം പറഞ്ഞിട്ടില്ല, അദ്ദേഹം പറയാതിരിക്കാനുള്ള കാരണം അതാണ്. കിതാബ് തൗഹീദ് എടുത്താലും അതുപോലെ തന്നെ കിതാബ് തൗഹീദ് പിന്നെയും കുറച്ചുകൂടി ചർച്ചകളുണ്ട്. സലാസ് ഉസൂൽ ആവട്ടെ, ഏത് അഖീദയുടെ കിതാബിൽ അദ്ദേഹം ശ്രദ്ധ കൊടുത്തത് തൗഹീദുൽ ഉലൂഹിയത്തിലാണ്. അപ്പോൾ തൗഹീദുൽ റുബൂബിയത്തിനെ കുറിച്ചുള്ള സംസാരവും പഠനവും കുറവാണ്. പക്ഷേ അത് അറിഞ്ഞിരിക്കണം. കാരണം തൗഹീദുൽ റുബൂബിയത്തിലുള്ള വിശ്വാസം ദൃഢപ്പെടുക എന്നുള്ളത് നമുക്ക് തൗഹീദുൽ ഉലൂഹിയത്തിൽ സ്ഥൈര്യമേകുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തൗഹീദ് റുബൂബിയത്തിനെ പ്രത്യേകം ഇത്ര രീതിയിൽ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹിയുടെ കിതാബുകളിൽ അസ്മാഉ സിഫാത്ത് സംബന്ധിച്ച തൗഹീദും ചർച്ച കുറവാണ്. തൗഹീദുൽ ഉലൂഹിയയുമായി വെച്ച് നോക്കുമ്പോൾ ചർച്ച കുറവാണ്. കിതാബ് തൗഹീദിൽ തന്നെ രണ്ടോ മൂന്നോ ബാബുകൾ മാത്രമാണ് അസ്മാഉ സിഫാത്തിനെ സംബന്ധിച്ച് ചില ചർച്ചകൾ വന്നിട്ടുള്ളത്. അതല്ലാത്ത ഭൂരിഭാഗവും ബാക്കി 60 ചില്ലാനം വരുന്ന ആ ബാബുകളെല്ലാം തൗഹീദുൽ ഉലൂഹിയത്തിലാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് തൗഹീദുർ റുബൂബിയ എന്നുള്ളത്. അത് നമ്മുടെ ഈമാനിൽ വലിയ സ്വാധീനം ചെലുത്തും. നമുക്ക് ചിന്തിക്കാൻ ഒരുപാട് പ്രേരണയേകുന്ന അള്ളാഹുവിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമാണ് തൗഹീദുർ റുബൂബിയ. എന്നിട്ട് പറയുന്നു, വഖദ് ഫതറല്ലാഹു ജമീഅൽ ഖൽഖി അലൽ ഇഖ്റാർ ബിറുബൂബിയതിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ ഏത് രീതിയിലാണ്? ഈ റുബൂബിയത്ത് അംഗീകരിക്കുന്ന രീതിയിലാണ്. ഈ റുബൂബിയത്തിനെ ധിക്കരിക്കുന്ന രീതിയിൽ അള്ളാഹു തആല മനുഷ്യനാക്കിയിട്ടില്ല.
ഉലൂഹിയത്ത് ധിക്കരിക്കാനുള്ള ഓപ്ഷൻ അള്ളാഹു ആർക്ക് കൊടുത്തിട്ടുണ്ട്? മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരാൾക്ക് അള്ളാഹു ആണ് എൻ്റെ ഇലാഹ് എന്ന് പറയാതെ അള്ളാഹു അല്ല എൻ്റെ ഇലാഹ്, ഞാൻ അള്ളാഹുവിനെ ആരാധിക്കില്ല എന്നുള്ള പറയാനുള്ള ഓപ്ഷൻ, സ്വാതന്ത്ര്യം എന്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹു അല്ല എൻ്റെ റബ്ബ് എന്നുള്ളത് അവൻ നാവ് കൊണ്ട് പറഞ്ഞാലും അവൻ്റെ കൽബിൽ നിന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവന് എതിർക്കാൻ സാധിക്കില്ല. അത് ഏത് മനുഷ്യനാണെങ്കിലും അവൻ ഉറപ്പായിരിക്കും അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ അകത്തുള്ള അവയവങ്ങളുടെ പോലും നിയന്ത്രണം അവൻ്റെ കയ്യിലില്ല എന്നുള്ളത് എല്ലാവർക്കും ഉറപ്പായിരിക്കും, അതിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ ഫിത്രത്തിയായിട്ട് അള്ളാഹു ഒരുക്കിയിട്ടുള്ള തൗഹീദാണ് തൗഹീദുർ റുബൂബിയ്യ. ഹത്താ ഇന്നൽ മുശ്രിക്കീന അല്ലദീ ജഅലൂ ലഹു ശരീകൻ ഫിൽ ഇബാദ, ഏതുപോലും മുശ്രിക്കീങ്ങൾ ഇബാദത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിൽ പങ്കു ചേർത്തിരുന്ന, ഉലൂഹിയത്തിന്റെ വിഷയത്തിൽ പങ്കു ചേർത്തിരുന്ന മുശ്രിക്കീങ്ങൾ പോലും യുഖിറൂന ബിതഫറുദിഹി ബിർറുബൂബിയ്യ, അവർ അംഗീകരിച്ചിരുന്നു ഉബൂദിയത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കുക എന്നുള്ളത് അവർ അംഗീകരിച്ചിരുന്നു, അവർ ഉൾക്കൊണ്ടിരുന്ന കാര്യമാണ്. ഖാല തആല സൂറത്തുൽ മുഅ്മിനൂനിൽ 86 മുതൽ 89 വരെയുള്ള ആയത്തുകൾ, വേറെയും പല സൂറത്തുകളിലും ഈ കാര്യം അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. ഖുൽ മൻ റബ്ബുസ് സമാവാതി സബ്ഇ വ റബ്ബുൽ അർശിൽ അദീം, നബിയെ ചോദിക്കുക അവരോട്, ആരോട്? മക്കയിലെ മുശ്രിക്കീങ്ങളോട്. അഥവാ ബദറും ഉഹുദും എല്ലാം നടക്കുന്നത് ആരുമായിട്ടാണോ ആ മുശ്രിക്കീങ്ങളോടാണ് ചോദിക്കാൻ പറയുന്നത്. അബൂജഹലും അബൂലഹബും അടങ്ങുന്ന മുശ്രിക്കീങ്ങളോടാണ് ചോദിക്കാൻ പറയുന്നത്. ആരാണ് 7 ആകാശങ്ങളുടെയും അർശിന്റെയും, മഹത്തായ അർശിന്റെയും റബ്ബ് ആരാണെന്ന് ചോദിക്ക്. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അത് അള്ളാഹുവിൻ്റെതാണ്. ഖുൽ അഫലാ തത്തഖൂൻ, എന്നിട്ടും എന്താണ് അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തത്? ഇവിടെ തഖ്വ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇബാദത്താണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാത്തത് എന്തുകൊണ്ടാണ്? കാരണം അവർ പറഞ്ഞിരുന്ന വാക്കാണ്, അവർ അംഗീകരിച്ചിരുന്ന വാക്കാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിൽ ശിർക്കിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഖബറിൽ പോയി, മരിച്ചുപോയ ഔലിയാക്കൾ എന്ന് പറയുന്ന ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കാൻ പറയുന്ന, സുജൂദ് ചെയ്യാൻ പറയുന്ന, അല്ലെങ്കിൽ എവിടെയോ ജീവിച്ച് മരിച്ചുപോയ ആളുകളെ വിളിച്ച് സഹായം തേടണമെന്നെല്ലാം പറയുന്ന ആളുകൾ, അത് പ്രചരിപ്പിക്കുന്ന ആളുകൾ സാധാരണക്കാരായ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ള ഒരു കാര്യം, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റു മതക്കാരെ പോലെയാണ്, മറ്റു മതക്കാർ വിശ്വസിക്കുന്നത് പോലെ ആയിരുന്നു എന്ന നിലക്ക്. ഒരിക്കലുമല്ല. അവർക്ക് അള്ളാഹുവിനെ നന്നായിട്ടറിയാം, അള്ളാഹുവിനോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിക്കണം, അള്ളാഹുവിനോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. എന്നിട്ടും അവരുമായിട്ട് എന്തുകൊണ്ട് യുദ്ധം നടന്നു? എന്തുകൊണ്ട് അവർ കാഫിറായി? എന്തുകൊണ്ട് അവർ മുശ്രിക്കായി? നമ്മൾ മനസ്സിലാക്കണം, ആ വ്യത്യാസം പഠിക്കണം. നമുക്ക് ബദർ യുദ്ധത്തിന്റെ സംഭവം അറിയാം. അബൂജഹൽ കഅബയുടെ അടുക്കൽ നിന്ന് അള്ളാഹുവിനോടാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്, അള്ളാഹുവെ 2 സംഘം ഏറ്റുമുട്ടാൻ പോവുകയാണ്, അത് ശരിയായത് ഏതാണോ, ഹക്കായത് ഏതാണോ അതിനെ വിജയിപ്പിക്കണമേ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മദീനത്തും ബദറിലും എത്തിയിട്ട് അള്ളാഹിനോട് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇവിടെ എന്താ വ്യത്യാസം? അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരും അള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പിന്നെ എന്തിനാണോ ബദർ ഉണ്ടായത്? പിന്നെ എന്തിനാണ് പിന്നീട് ഉഹുദും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത്? എന്തിനാണ് ഹിജ്റ പോയത്? ആ മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിലേക്കുള്ള ഇടനിലക്കാരായിക്കൊണ്ട് ഔലിയാക്കളായിട്ടുള്ള, അന്ന് അവിടെ ഉണ്ടായിരുന്ന ഔലിയാക്കളായിട്ടുള്ള മരണപ്പെട്ടു പോയ ആളുകൾ, അവരുടെ ഖബറുകളിലാവട്ടെ, അവരുടെ രൂപങ്ങൾ ഉണ്ടാക്കിയിട്ടാവട്ടെ, എല്ലാം അള്ളാഹുവിലേക്ക് ഇടനിലക്കാരാണ് എന്ന നിലക്ക് അവർ സ്വീകരിച്ചത് കൊണ്ടാണ്. ഇതാണിന്ന് നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നത്. അപ്പോൾ ആ കാര്യം ഗൗരവത്തിൽ മനസ്സിലാക്കണം. മക്കയിലെ മുശ്രിക്കുകൾ ചോദിച്ചാൽ അവർ പറയും ആകാശഭൂമികളുടെ റബ്ബ്, 7 ആകാശങ്ങളുടെ റബ്ബ്, അല്ലെങ്കിൽ അതിൻ്റെ സൃഷ്ടാവ് എല്ലാം അള്ളാഹുവാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ, നബിയെ ചോദിക്കുക, മൻ ബിയദിഹി മലകൂതു കുല്ലി ഷൈഇൻ, ആരുടെ കയ്യിലാണ് എല്ലാവിധ ആധിപത്യവും ഉള്ളത്? വഹുവ യുജീറു വലാ യുജാറു അലൈഹി, അള്ളാഹു അവനാണ് സംരക്ഷണം നൽകുന്നവൻ, അവനിൽ നിന്ന് ഒരാളുടെ അടുക്കും സംരക്ഷണം ലഭിക്കപ്പെടുകയില്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ. സയഖൂലൂന ലില്ലാഹ്, അവർ പറയും അള്ളാഹുവാണ്, അള്ളാഹുവിൻ്റെതാണ് എല്ലാവിധ ആധിപത്യവും. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ, എങ്ങനെയാണ് അവർ പിന്നെ ഈ ഒരു തെറ്റിക്കപ്പെടുന്ന, പഴച്ചു പോകുന്ന അവസ്ഥയിലാകുന്നത് എന്ന് അള്ളാഹു തആല പറയാം. അപ്പോൾ അവർ റബ്ബിനെ അംഗീകരിച്ചിരുന്നു, അള്ളാഹുവാണ് റബ്ബ് എന്നുള്ളത് അംഗീകരിച്ചിരുന്നു എന്നുള്ളത് അള്ളാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. ഫഹാദ തൗഹീദു ലം യദ്ഹബ് ഇലാ നഖീദിഹി ത്വായിഫത്തുൻ മഅറൂഫത്തുൻ മിൻ ബനി ആദം, ഈ തൗഹീദിനെ, ഈ തൗഹീദുർ റുബൂബിയത്തിനെ അറിയപ്പെട്ട ഒരു വിഭാഗവും മനുഷ്യരിൽ നിഷേധിച്ചിട്ടില്ല.
അഥവാ അറിയപ്പെട്ട പ്രധാനപ്പെട്ട വിഭാഗങ്ങൾ അവർ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു തൗഹീദുർ റുബൂബിയത്തിനെ നിഷേധിക്കാൻ തയ്യാറായിട്ടില്ല. അഥവാ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അല്ലെങ്കിൽ ഇതിനൊരു അധികാരിയുണ്ട്, നിയന്താവുണ്ട് എന്നുള്ള ഈ അടിസ്ഥാനത്തെ. ബലിൽ ഖുലൂബു മഫ്തൂറത്തുൻ അലൽ ഇഖ്റാർ ബിഹി, കാരണം ഏതൊരു മനുഷ്യൻ്റെ ഖൽബും ഫിത്രത്തിയായിക്കൊണ്ട് പ്രകൃതിയാ അത് അംഗീകരിക്കുന്നതാണ്. അഅ്ളമ മിൻ കൗനിഹാ മഫ്തൂറത്തൻ അലൽ ഇഖ്റാഇ ബിഗൈരിഹി മിനൽ മൗജൂദാത്ത്, മറ്റുള്ള സൃഷ്ടിക്കപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട് എന്നതിനേക്കാൾ ഏതൊരാൾക്കും ബോധ്യമുള്ള കാര്യമാണ് എനിക്കൊരു സൃഷ്ടാവുണ്ട് എന്നുള്ളത്. കമാ ഖാലത്തി റുസുലു ഫീമാ ഹഖല്ലാഹു അൻഹും, ഏതുപോലെ റസൂലുകൾ പറഞ്ഞ വാക്കായിക്കൊണ്ട് അള്ളാഹു പറഞ്ഞു സൂറത്ത് ഇബ്രാഹിമിലെ 10-ാമത്തെ ആയത്തിൽ, അഫില്ലാഹി ശക്കുൻ ഫാത്തിരിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹിൻ്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്? ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ചിട്ടുള്ള അള്ളാഹുവിൻ്റെ വിഷയത്തിലാണോ നിങ്ങൾക്ക് സംശയമുള്ളത്? അത് ഇസ്ലാമിൻ്റെ ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ്. നമ്മൾ ആളുകളെ ക്ഷണിക്കുമ്പോൾ, തൗഹീദ് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ നാം പറയുന്ന കാര്യം എന്താണ്? ആകാശഭൂമികളെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്. അല്ലെങ്കിൽ നമുക്ക് ഒരാളെയും കാണിക്കേണ്ട ആവശ്യമില്ല, മരിച്ചുപോയ ഒരാളുടെ ഖബർ കാണിക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇവിടെ പിന്നീട് ജനിച്ച് മരിച്ചുപോയ ഒരു നബിയെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ പുണ്യ വ്യക്തികളെ കാണിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പറയുന്നത് ആകാശഭൂമികളെ സൃഷ്ടാവായ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ടാണ് എന്നൊരു ഷേഖ് പറയാണ്. ഇവിടെ റബ്ബ് എന്നുള്ള അള്ളാഹുവിൻ്റെ ഈ റബ്ബ് എന്നുള്ള ഈ നാമത്തെയും വിശേഷണത്തെയും അല്ലെങ്കിൽ അള്ളാഹു റബ്ബാണ് എന്നതിനെ നിഷേധിച്ചതിൽ അറിയപ്പെട്ട ഒരാളുള്ളത് ഫിർഔനാണ് അത് നിഷേധിച്ച ഒരാളായിട്ടുള്ളത്. വഖദ് കാന മുസ്തൈഖനൻ ബിഹി ഫിൽ ബാത്തിൻ, പക്ഷേ ഫിർഔന് പോലും ഫിർഔനിൻ്റെ ഉള്ളിൽ ഉറപ്പായിട്ടുള്ള കാര്യമായിരുന്നു അവന് റബ്ബുണ്ട്. കമാ ഖാല ലഹു മൂസ, ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനോട് പറഞ്ഞതുപോലെ സൂറത്തുൽ ഇസ്രായിലെ 102-ാമത്തെ ആയത്തിൽ, ഖാല ലഖദ് അലിംത മാ അൻസല ഹഉലാഹി ഇല്ലാ റബ്ബുസ് സമാവാതി വൽ അർദ് ബസായിർ, കണ്ണു തുറപ്പിക്കുന്ന തെളിവുകളായിക്കൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ളത് ആകാശമുള്ള റബ്ബാണെന്ന് നിനക്ക് നല്ല ബോധമുണ്ട് മൂസാ നബി അലൈഹി സ്വലാം ഫിർഔനോട് പറയാണ്. അഥവാ മൂസാ നബി അലൈഹി സ്വലാം ഫിർഔൻ്റെയും ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ടൊരു സംഭവമാണ്. ആ ഫിർഔനിൻ്റെ ബനൂ ഇസ്രായേലുകളെ പല രീതിയിൽ പരീക്ഷിക്കേണ്ടായി. പ്രത്യേകിച്ചും ഫിർഔൻ്റെ കൂട്ടരെ ഖിബ്തികളെ പരീക്ഷിക്കേണ്ടായി. 9ഓളം പരീക്ഷണങ്ങൾ, തലയിൽ പേന് നിറഞ്ഞിട്ടും അതുപോലെ രക്തം ശരീരത്തിൽ വന്നിട്ടും അതുപോലെ പല രീതിയിലുള്ള പരീക്ഷണങ്ങളുണ്ടായി. അപ്പോൾ ഓരോന്നുണ്ടാകുമ്പോഴും അവർ വന്നിട്ട് മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറയും നീ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതിന് മൂസാ നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കും, അത് മാറിപ്പോകും. വീണ്ടും അടുത്ത് വരും, വീണ്ടും പ്രാർത്ഥിക്കാൻ പറയും, അതിന് മാറിപ്പോകും. അങ്ങനെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞതാണ്, ഫിർഔനെ നിനക്കറിയാം ഇതെല്ലാം റബ്ബായ അള്ളാഹു ഒരുക്കിയതാണ്, നിനക്ക് നല്ല ബോധമുണ്ട് എന്ന് മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. വഖാല തആല അൻഹു അൻ ഖൗമിഹി, അതുപോലെ അള്ളാഹു തആല ഫിർഔനെ സംബന്ധിച്ചും ഫിർഔന്റെ കൂട്ടരെ സംബന്ധിച്ചും സൂറത്ത് നംലിലെ 14-ാമത്തെ ആയത്തിൽ പറഞ്ഞു, വജഹദൂ ബിഹാ വസ്തൈഖനത്ഹാ അൻഫുസുഹും ദുൽമൻ വഉലുവ, അവരുടെ സ്വന്തത്തിൽ അവർക്ക് ഉറപ്പായിട്ടും അവർ അതിക്രമമായിട്ടും ധിക്കാരമായിക്കൊണ്ടുമാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്? പ്രതാപം നടിച്ചുകൊണ്ടുമാണ് അവർ നിഷേധിച്ചിട്ടുള്ളത്, അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചത് എന്ന്. വകദാലിക മൻ യുൻകിറു റബ്ബൽ യൗമ മിന ശുയൂഇയ്യീൻ, അതുപോലെ തന്നെയാണ് ഇന്ന് റബ്ബിനെ നിഷേധിക്കുന്ന ശുയൂഇയ്യങ്ങൾ അഥവാ കമ്മ്യൂണിസ്റ്റുകാരെ പോലെയുള്ള ആളുകൾ, നിരീശ്വരവാദികളായിട്ടുള്ള ആളുകൾ, റബ്ബില്ല എന്ന് പറയുന്ന ആളുകൾ. അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരിക്കലും അവർക്ക് നിഷേധിക്കാൻ സാധിക്കില്ല അവർക്കൊരു സൃഷ്ടാവില്ല എന്നുള്ളത്, ഒരിക്കലും സാധിക്കില്ല. അവരുടെ ഉള്ളിൽ അവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. ഇന്നമാ യുൻകിറൂനഹു ഫിൽ ളാഹിരി മുകാബറതൻ, അവർ അഹങ്കാരം കാണിച്ചുകൊണ്ടാണ് അവർ പരസ്യമായിട്ട് നിഷേധിക്കുന്നത്. വഇല്ലാ ഫഹും ഫിൽ ബാത്തിനി ലാ ബുദ്ദ അൻ യഅ്തരിഫു അന്നഹു മാ മിൻ മൗജൂദിൻ ഇല്ലാ ലഹു മൂജിദുൻ, അവർക്ക് അവരുടെ ഉള്ളിൽ ഉറപ്പുള്ള കാര്യമാണ് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കിയ ആളുണ്ടാവും എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണെന്ന് അവർക്ക് അറിയുന്ന കാര്യമാണ്. ഇപ്പോൾ മന്തിഖിൻ്റെ ബാബിലെല്ലാം ആ രീതിയിൽ സംസാരിച്ചുകൊണ്ട്, ഒന്നുകൂടി പറഞ്ഞാൽ ശാസ്ത്രീയമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വുജൂദിനെ സ്ഥാപിക്കാൻ വേണ്ടി ഫൽസഫയുടെ ആളുകളൊക്കെ ഉപയോഗിച്ചിരുന്നൊരു വാദമാണ്. എന്നാൽ സലഫി ഉലമാക്കൾ അവരുടെ കിതാബിൽ പറയാറുണ്ട് 3 തരത്തിലുള്ള വുജൂദുകളാണ് ഉണ്ടാവുക. ഒന്ന് മുംകിനുൽ വുജൂദ്, ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ, അഥവാ നമ്മളൊക്കെ ഉണ്ട്, മനുഷ്യനുണ്ട്, ചെടികളുണ്ട്, അതുപോലെയുള്ള കാര്യങ്ങൾ.
രണ്ട് മുംതനിഉൽ വുജൂദ്, ഒരിക്കലും ഉണ്ടാകാത്ത കാര്യങ്ങൾ, ഒരിക്കലും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സംഭവിക്കാത്ത കാര്യങ്ങൾ. മൂന്നാമത്തേത് വാജിബുൽ വുജൂദ്, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ. അതിൻ്റെ ഒരു ഭാഷാപരമായിട്ടുള്ള ചർച്ചയിൽ ശാസ്ത്രീയമായി പറയുന്ന ഒരു കാര്യമാണ് പിന്നെ മുംകിനുൽ വുജൂദ് ഉണ്ട് എങ്കിൽ, അഥവാ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ വാജിബുൽ വുജൂദ്, നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടാകും. അതായത് മുംകിനുൽ വുജൂദ് ആയിട്ടുള്ള മനുഷ്യനും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ഇതിനെല്ലാം ഉണ്ടാക്കേണ്ട മറ്റൊരു കാര്യം അവിടെ ഉണ്ടായിരിക്കണം. ചില ആളുകൾ പറയുന്നത് പോലെ ഒരു പിന്നെ മോശനുള്ള മാറ്റം സംഭവിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്കിൽ മാറാത്തൊരു കാര്യത്തിൽ നിന്നേ അത് സംഭവിക്കുകയുള്ളൂ. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ബോൾ ഉരുണ്ട് വരുന്നുണ്ട് എങ്കിൽ അത് ഉരുളാൻ ഒരു കാരണം അതിൻ്റെ പിന്നിലുണ്ടാവും. ഒരാൾ തട്ടിയതോ അല്ലെങ്കിൽ ഒരു കാറ്റടിച്ചതോ എന്തെങ്കിലും കാരണം ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പിന്നിൽ നോക്കുകയാണ് എങ്കിൽ മറ്റൊന്നും സ്വാധീനം ചെലുത്താത്ത, എന്നെന്നും നിലനിൽക്കുന്ന, ഒരു മാറ്റവുമില്ലാത്ത, നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം അതിൻ്റെ അവസാനം ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ തുടക്കം ഉണ്ടാവുകയുള്ളൂ. ഏത് കാര്യത്തിനും തുടക്കം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ ഭാഷാപരമായിട്ടും ഫൽസഫപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും വുജൂദിനെ സ്ഥാപിക്കുന്ന ചില ചർച്ചകളുണ്ട്. അത് അധികവും ഫൽസഫയുടെ കിതാബുകളിലും അങ്ങനെയുള്ള ആളുകളാണ് ചർച്ച ചെയ്യാറുള്ളത്. സലഫി ഉലമാക്കളുടെ കിതാബുകളിൽ ചിലതിലെല്ലാം ആ ഒരു ചർച്ച സൂചിപ്പിക്കൽ കാണാൻ സാധിക്കും. അത് ശരിയായതുകൊണ്ടാണ്. ചുരുക്കം പറഞ്ഞാൽ ഏതൊരു കാര്യം ഉണ്ടെങ്കിലും അത് ഉണ്ടാക്കിയ ഒരാൾ ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധമാണ് എന്നുള്ളത് ഈ ആളുകൾക്കെല്ലാം അറിയാം. വമാ മിൻ മഖ്ലൂഖിൻ ഇല്ലാ വലഹു ഖാലിഖുൻ, ഒരു സൃഷ്ടിയുമില്ല സൃഷ്ടാവില്ലാതെ. വമാ മിൻ അഥരിൻ ഇല്ലാ വലഹു മുഅസ്സിറുൻ, ഒരടയാളവുമില്ല അടയാളം ഉണ്ടാക്കിയ ഒരാളില്ലാതെ. അതായത് എന്തെങ്കിലും ഒരു അടയാളം ഒരു സ്ഥലത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടായ ഒരു അടയാളം, ഒരു കാരണം അവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഉണ്ടാവില്ല. ഒരു മരുഭൂമിയിൽ കാലടിപ്പാടുകൾ ഉണ്ടെങ്കിൽ ഒരാൾ നടന്നു പോയിരിക്കണം, അതുകൊണ്ട് അടയാളം അവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഉണ്ടാകും. ഖാല തആല, അല്ലാഹു തആല ചോദിച്ച ചോദ്യം നോക്കൂ. സൂറത്ത് തൂറിലെ 35-36 ആയത്തുകൾ. അം ഖുലിഖൂ മിൻ ഗൈരി ഷൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടതാണോ, ഒന്നുമില്ലാതെ അവരങ്ങോട്ട് സൃഷ്ടിക്കപ്പെട്ടതാണോ, അതല്ല അവർ തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്? സുബ്ഹാനല്ലാഹ്, മനുഷ്യനോടുള്ള ചോദ്യമാണ്. മനുഷ്യനോട് ചോദിക്കുകയാണ്, അവർ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണോ, അതല്ല അവർ തന്നെയാണ് അവരുണ്ടാക്കിയത്? വെറുതെ അങ്ങോട്ട് ഒന്നുമില്ലാതെ ഇങ്ങനെ ഉണ്ടായതാണോ, അതല്ല അവർ സൃഷ്ടിച്ചതാണോ അവരെ തന്നെ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, നീ അങ്ങനെ ഒരു ബോധമുണ്ട് ഞാൻ തന്നെയാണ് എന്നെ സൃഷ്ടിച്ചതെന്നുണ്ടെങ്കിൽ സൃഷ്ടിച്ച് വീണത് എവിടെ? ഭൂമിയിലാണല്ലോ. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അവർക്ക് പറയാൻ പറ്റുമോ? ഇപ്പോൾ ഒരാൾ പറയാണ് ഞാൻ എന്നെ സൃഷ്ടിച്ചത് ഞാനാണെന്ന് ഒരാൾ പറയുകയാണെങ്കിൽ അവൻ ജനിച്ച് വീണ ഈ ആകാശഭൂമി അവൻ ജനിക്കാൻ മുമ്പ് ഉണ്ടാവണല്ലോ എന്തായാലും. അപ്പോൾ അതിനെ സൃഷ്ടിച്ചത് അവരാണോ? ബല്ല യുഖിനൂൻ, അവരെന്താണ് വിശ്വസിക്കാത്തത്, അവരെന്താണ് ഈ കാര്യത്തിൽ ഒരു ദൃഢതയില്ലാത്തത് എന്ന് പറയാണ്. തഅമ്മലിൽ ആലമ കുല്ലഹു എന്നൊരു ശൈഖ് പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ച് മൊത്തം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഉൽവിയഹു വസുഫ്ലിയഹു, അതിൻ്റെ മേലെയും താഴെയുമുള്ള എല്ലാ കാര്യങ്ങളും, ബിജമീഇ അജ്സാഇഹി, അതിൻ്റെ എല്ലാ ഭാഗങ്ങളും, തജിദുഹു ഷാഹിദൻ ബിഇസ്ബാതി സാനിഇഹി വഫാത്തിരിഹി വമലീകിഹി, നിങ്ങൾക്ക് ബോധ്യപ്പെടും അത് ഉണ്ടാക്കിയ, അത് സൃഷ്ടിച്ച, അതിനെ അധികാരപ്പെടുത്തുന്ന ഒരാളുണ്ട് എന്നുള്ളത്. ഫഇൻകാറു സാനിഇഹി വജഹ്ദുഹു ഫിൽ ഉഖൂലി വൽ ഫിത്ർ, ഒരാൾ അതിനെ നിഷേധിക്കുക എന്നുള്ളത് അവൻ്റെ സ്വന്തം ബുദ്ധിയെയും സ്വന്തം ഫിത്രത്തിനെയും നിഷേധിക്കുന്നതിന് തുല്യമാണ്. ബിമൻസിലത്തി ഇൻകാരിൽ ഇൽമി വജഹ്ദിഹി, അറിവേ ഇല്ലാത്ത പോലെ, അഥവാ ഒരാൾക്ക് ഒരു അറിവുമില്ല, എനിക്കൊരു അറിവില്ല എന്ന് നിഷേധിക്കുന്നതിന് തുല്യമാണ് സൃഷ്ടാവായ അള്ളാഹുവിനെ നിഷേധിക്കൽ. ലാ ഫർഖ ബൈനഹുമ, അത് തമ്മിലൊരു വ്യത്യാസവുമില്ല. വമാ തതബജ്ജഹു ബിശ്ശുയൂഇയ്യ അൽയൗമ മിൻ ഇൻകാരി വുജൂദിർ റബ്ബ്, ഇന്ന് റബ്ബിൻ്റെ വുജൂദിൽ അല്ലെങ്കിൽ സൃഷ്ടാവായ റബ്ബുണ്ട് എന്നുള്ളതിനെ നിഷേധിച്ചുകൊണ്ട് പിന്നെ പൊങ്ങച്ചം പറയുന്ന അല്ലെങ്കിൽ വർത്തമാനം പറയുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാർ പോലെ നിരീശ്വരവാദികളെ പോലെയുള്ള ആളുകൾ, ഇന്നമാ ഹുവ മിൻ ബാബിൽ മുകാബറ, അത് അഹങ്കാരം മാത്രമാണ്. വ മുസാദറത്തി നതായിജിൽ ഉഖൂലി വൽ അഫ്കാരി സ്വഹീഹ, ശരിയായ ബുദ്ധിക്കും ചിന്തക്കും യോജിച്ചതിനെ തടഞ്ഞു വെച്ചുകൊണ്ടാണ് ആ വർത്തമാനം അവർ പറയുന്നത്. വമൻ കാന ബിഹാദിഹിൽ മസാബ ഫഖദ് അൽഗാ അഖ്ലഹു, ഇതുപോലൊരു വാദത്തിലെത്തിയിട്ടുള്ള ആളുകൾ അവരുടെ ബുദ്ധി പഴച്ചു പോയിട്ടുണ്ട്. വദഅൻ നാസ ലിസുഖ്രിയത്തി മിൻഹു, അവർ ജനങ്ങളെ ക്ഷണിക്കുന്നത് ഇതുകൊണ്ട് അവർ കളിയാക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവരിത് പറയുന്നതോടുകൂടി അവർ വിഡ്ഢികളാണെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഖാല ഷാഇർ, ഒരു കവി പറഞ്ഞ ബൈറ്റ് കൊടുത്തുകൊണ്ട് ഈ ഒരു ഫസ്ൽ അവസാനിപ്പിക്കുകയാണ്. അറിയപ്പെട്ട ഒരു വരികളാണ്. ഫവാ അജബൻ കൈഫ യുഅസൽ ഇലാഹു അം കൈഫ യജ്ഹദുൽ ജാഹിദു, എന്തൊരു അത്ഭുതമാണ്, എങ്ങനെയാണ് ഇലാഹിനെ ധിക്കരിക്കുക, അനുസരണക്കേട് കാണിക്കുക,
എങ്ങനെയാണ് ആ ഇലാഹിനെ നിഷേധിക്കുക? വഫീ കുല്ലി ഷൈഇൻ ലഹു ആയ, ഏതൊരു കാര്യത്തിനും ഒരു ദൃഷ്ടാന്തമുണ്ട്. തദുല്ലു അലാ അന്നഹു വാഹിദു, എന്തറിയിക്കുന്നത്? അവൻ ഏകനായ സൃഷ്ടാവാണെന്ന് അറിയിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഏതൊരു കാര്യത്തിലും അള്ളാഹു ഒരുക്കിയിട്ടുണ്ട്, അവന് കാണാവുന്നതാണ് എന്ന് പറയുകയാണ്. അപ്പോൾ റുബൂബിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അതിൻ്റെ ആശയങ്ങൾ എന്താണ് എന്നും അത് ഫിത്രത്തിയായിട്ടുള്ളൊരു കാര്യമാണ് എന്നും ഈ ഒരു ഫസ്ലിലൂടെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുല്ലാഹ് വിശദീകരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. ഇനി അടുത്ത ഫസ്ൽ എന്താണ് റബ്ബ് എന്നുള്ള കലിമത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ആശയം എന്താണ്, ഖുർആനിലും സുന്നത്തിലും അതിൽ പിഴച്ച ആളുകൾ പിഴച്ച ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദർസിൽ നമുക്ക് വായിക്കാം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.